وعلى آله وصحبه كلهم أجمعين. اللهم صل على محمد النبي عدد من صلى عليه من خلقك. اللهم صل على محمد النبي كما ينبغي لنا أن نصلي عليه. اللهم صل على محمد النبي كما أمرتنا أن نصلي عليه وعلى آله وصحبه وسلم. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. نحن خلقناكم فلولا تصدقون. أفرأيتم ما تمنون. أأنتم تخلقونه أم نحن الخالقون. نحن قدرنا بينكم الموت وما نحن بمسبوقين على أن نبدل أمثالكم وننشئكم فيما لا تعلمون. ولقد علمتم النشأة الأولى فلولا تذكرون. أفرأيتم ما تحرثون. أأنتم تزرعونه أم نحن الزارعون. لو نشاء لجعلناه حطاما فظلتم تفكهون. إنا لمغرمون بل نحن محرومون. أفرأيتم الماء الذي تشربون. أأنتم أنزلتموه من المزن أم نحن المنزلون. لو نشاء جعلناه أجاجا فلولا تشكرون. أفرأيتم النار التي تورون. أأنتم أنشأتم شجرتها أم نحن المنشئون. نحن جعلناها تذكرة ومتاعا للمقوين. فسبح باسم ربك العظيم. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين.
الصلاة على النبي كل وقت دائما لاح نجم في السماء سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي. واعلموا أمة سيدنا ومولانا محمد اللهم صل وسلم وبارك عليه. لا يقولن أحدكم زرعت وليقل حرثت صدق محمد رسول الله صلى الله عليه وسلم. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, വിശുദ്ധ ഖുർആനിലെ വളരെ പ്രധാനപ്പെട്ട സൂറത്തുൽ വാഖിയ എന്ന അധ്യായത്തിന്റെ ചർച്ചയിലൂടെയാണ് നാം മുന്നോട്ട് കടന്നു പോകുന്നത്. നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് നഹ്നു ഖലഖനാകും ഫലൗലാ തുസദ്ദിഖൂൻ എന്ന ആയത്ത് മുതലാണ്. ഇതുവരെ പറഞ്ഞു വച്ചത് എന്താണ്? അതുമായി ഇന്ന് തുടർന്നു പറയുന്ന ആയത്തുകളുടെ ബന്ധമെന്താണ്? ഇതറിയുമ്പോഴേ ഈ ആയത്തുകൾ പരസ്പരമുള്ള ഒരു ബന്ധം അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇതുവരെ പറഞ്ഞു വച്ചത് സർവലോകനാശം സംഭവിക്കുമെന്നും ശേഷം പുനരുത്ഥാനമുണ്ടാകുമെന്നും പുനരുത്ഥാനത്തിനു പിറകിൽ ജനങ്ങൾ അടിസ്ഥാനപരമായി 3 വിഭാഗങ്ങളാകുമെന്നും മുഖറബീങ്ങളും അസ്ഹാബുൽ യമീനും അസ്ഹാബുൽ ശിമാലും ഉത്തമ വിഭാഗവും മധ്യമ വിഭാഗവും അധമ വിഭാഗവുമായി 3 വിഭാഗങ്ങളുണ്ട്. ആദ്യം പറഞ്ഞ 2 ടീമിന് സ്വർഗവും മൂന്നാമത് പറഞ്ഞ ടീമിന് നരകവുമാണ് എന്ന് അല്ലാഹു തആല പ്രഖ്യാപിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ ആ സ്വർഗവും നരകവും ഒക്കെ നമ്മൾ കേട്ടു കഴിഞ്ഞു. ഇതൊക്കെ കേൾക്കുമ്പോൾ അവിടെയാണ് സ്വാഭാവികമായിട്ട് ഒരു ചോദ്യം. ഇപ്പറഞ്ഞ നരകം, സ്വർഗം ഇതൊക്കെ സംഭവിക്കണമെങ്കിൽ നിങ്ങൾ ഇപ്പറയുന്ന പുനരുത്ഥാനം ഞങ്ങൾ സമ്മതിച്ചിട്ട് വേണ്ടേ? നിങ്ങൾ പറയുന്നു മരണാനന്തരം മറ്റൊരു ജീവിതമുണ്ട്, രണ്ടാമത് എഴുന്നേൽക്കും. അത് നമ്മൾ സമ്മതിച്ചിട്ട് വേണ്ടേ? ഈ വിചാരണയും നരകവും സ്വർഗവും പാലവും ഒക്കെ ഞങ്ങൾക്ക് ബോധ്യപ്പെടാൻ. അവിടെയാണ് അല്ലാഹു പറയുന്നത്, പുനരുത്ഥാനമാണോ ബോധ്യപ്പെടേണ്ടത്? നഹ്നു ഖലഖനാകും ഫലൗലാ തുസദ്ദിഖൂൻ. എങ്ങനെയാ പുനരുത്ഥാനം നടക്കുക? എല്ലാം കഴിഞ്ഞതിനു ശേഷം, എല്ലാം അസ്തമിച്ചതിനു ശേഷം രണ്ടാമത് ഈ ലോകം വീണ്ടും തുടങ്ങുക എന്ന് പറഞ്ഞാൽ പ്രയാസമല്ലേ? മനുഷ്യനെ പുനരുത്ഥാനത്തിലേക്ക് കൊണ്ടുവരിക എന്നത് പ്രയാസകരമല്ലേ? ഒരിക്കലുമല്ല. എന്താ കാരണം? ഉള്ള നിങ്ങളും മരണപ്പെട്ടു പോയാൽ വീണ്ടും എങ്ങനെയാ നിങ്ങളെ ഉണ്ടാക്കുക? അത് നിങ്ങൾക്ക് അത്ഭുതപ്പെടാൻ വകുപ്പുണ്ടാകും. നിങ്ങൾക്കങ്ങനെ അത്ഭുതപ്പെടാൻ വകുപ്പുണ്ടാകും.
പക്ഷേ എനിക്ക് അത്ഭുതപ്പെടാൻ വകുപ്പില്ല. ഉള്ള നിങ്ങൾ നശിച്ചതിന്റെ ശേഷം പിന്നെയും എങ്ങനെ ഉണ്ടാകുന്നു? ഇതല്ലേ നിങ്ങളുടെ ചിന്ത? ആവശ്യമില്ലാത്ത ഈ ചിന്തക്ക് പിറകിലല്ലേ നിങ്ങൾ സമയം കൊല്ലുന്നത്? എന്നാൽ നിങ്ങൾ എങ്ങനെ ഉണ്ടായി എന്നെന്താ നിങ്ങൾ ചിന്തിക്കാത്തത്? നിങ്ങൾ എങ്ങനെ ഉണ്ടായി എന്ന് ചിന്തിക്ക്. അവിടെ നിങ്ങൾക്കൊരു ഉത്തരം കിട്ടും. നഹ്നു ഖലഖ്നാകും, നഹ്നു ഖലഖ്നാകും. അല്ലാഹ് പറയാണ്, പുനരുത്ഥാനമുണ്ടാകുമെന്ന് പറയുന്ന, നരകവും സ്വർഗവും ഉണ്ടാവുമെന്ന് പറയുന്ന നമ്മളാണ് കേട്ടോ നിങ്ങളെ പടച്ചത്. ആ നിങ്ങളില്ലാതെയായാൽ എങ്ങനെ നിങ്ങളെ വീണ്ടും സൃഷ്ടിക്കാമെന്ന് ശുദ്ധ ശൂന്യതയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചെടുത്ത എനിക്കൊരു പ്രയാസമുള്ള കാര്യമേ അല്ല. അതാലോചിക്കുന്നത് എനിക്കൊരു വിഷയവുമല്ല. കാരണം വട്ടപൂജ്യത്തിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചവനാണ് നമ്മൾ. പിന്നെ ഉണ്ടോ ഉള്ള നിങ്ങൾ നശിച്ചിട്ട് രണ്ടാമത് സൃഷ്ടിക്കാൻ ഒരു പ്രയാസം? ആദ്യമായൊരു മോഡൽ ഒരു കമ്പനി കണ്ടെത്തി അതിന്റെ ഉൽപാദനം നടത്തുന്നതാണ് അത്ഭുതം, അല്ലേ? നേരെ മറിച്ചൊരു മോഡൽ കണ്ടെത്തി അത് നശിച്ചാൽ വീണ്ടും അതുപോലെ ഒന്നും ഉണ്ടാക്കാൻ എന്ത് പ്രയാസാണ്. അതേസമയം പ്രഥമ മോഡൽ അത് കണ്ടെത്തുന്നത്, നിലവിലില്ലാത്ത ഒരു മോഡൽ കണ്ടെത്തുന്നത്, അതിന്റെ പ്ലാൻ സങ്കല്പത്തിൽ വരയുന്നത്, അതിനനുസരിച്ച് നിർമ്മാണം നടത്തുന്നത്, അവിടെയാണ് അത്ഭുതം. എന്നാൽ ഈ കോലത്തിൽ നിങ്ങളെ സൃഷ്ടിച്ചൊരുക്കി, ഈ ലോകം സൃഷ്ടിച്ചൊരുക്കി, പിന്നെയുണ്ടോ ഇതിന്റെ നാശത്തിന് ശേഷം വീണ്ടും ഒരു പുനരുത്ഥാനം എനിക്ക് പ്രയാസമാകുന്നു. അതുകൊണ്ട് നിങ്ങൾക്കത് അത്ഭുതമായേക്കാം. നഹ്നു ഖലഖ്നാകും, നമ്മളാണ് നിങ്ങളെ പടച്ചത്. അതുകൊണ്ട് നമുക്കത് അത്ഭുതമല്ല. അല്ലാഹ് പറയാണ്, എനിക്കത് അത്ഭുതമല്ല. ഞാൻ ഞങ്ങളെ പടച്ചതെങ്കിൽ എനിക്ക് നിങ്ങളെ രണ്ടാമത് സൃഷ്ടിക്കാനും കഴിയും. അപ്പൊ ഇത് സമ്മതിക്കുന്ന ആളുകൾക്കൊക്കെ പെട്ടെന്നുത്തരായി. പക്ഷേ ജനങ്ങളുടെ കൂട്ടത്തിൽ ഒരു വിഭാഗം ഉണ്ടാവും, അല്ലേ? വിശ്വാസികൾ എന്ന് പറയുന്നവർ വളരെ ചെറിയൊരു ആളുകളല്ലേ ഉള്ളൂ. അതേസമയം വിശ്വസിക്കാത്ത ആളുകളുണ്ട്. അവരല്ലാഹുവ സൃഷ്ടിച്ചത് എന്ന് സമ്മതിച്ചു തന്നിട്ട് വേണ്ടേ? അതുകൊണ്ട് അല്ലാഹ് നഹ്നു ഖലഖ്നാകും എന്ന് പറഞ്ഞിട്ട് സൃഷ്ടിച്ച ഞമ്മക്ക് നിങ്ങളെ രണ്ടാമത് എങ്ങനെയാ ഉണ്ടാക്കുക എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, അത് എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് അല്ലാഹ് പറഞ്ഞു, ഇനി ഞാനാ സൃഷ്ടിച്ചത് എന്ന് നിങ്ങൾ സമ്മതിക്കുന്നില്ലെങ്കിൽ ഫലൗലാ തുസദ്ദിഖൂൻ, നഹ്നു ഖലഖ്നാകും ഫലൗലാ തുസദ്ദിഖൂൻ, നമ്മളാ നിങ്ങളെ പഠിച്ചത്. ഫലൗലാ തുസദ്ദിഖൂൻ, എന്തുകൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല? അല്ലാഹു ചോദിക്കുകയാണ്, ഫലൗലാ തുസദ്ദിഖൂൻ. ഇനി ഞാനാ സൃഷ്ടിച്ചത് ഉള്ളതിൽ വല്ല സംശയമുണ്ടോ? എങ്കിൽ എന്റെ വെല്ലുവിളി ഏറ്റെടുക്കണം. പടച്ചോ ഇനി പറയാൻ പോവാ, നോയിക്കോളൂ. ഫലൗലാ തുസദ്ദിഖൂൻ, നിങ്ങൾക്ക് എന്താ ഞാൻ ഈ പറഞ്ഞത് വിശ്വസിച്ചാൽ? ഞാൻ ഞങ്ങളെ പടച്ചത് എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചാൽ എന്താ? എന്തേ കാരണം? നിങ്ങളെ കൺമുമ്പിൽ നിരന്തരമായി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൃഷ്ടാന്തം, അതിന് തെളിവായി ഞാൻ അവതരിപ്പിക്കാൻ പോവാണ്. അതിന് മറുപടി പറയാൻ നിങ്ങൾക്ക് കഴിയോ? അള്ളാഹു നടത്തുന്ന ഒരു വെല്ലുവിളി നോക്ക്. എന്തൊരു വെല്ലുവിളിയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പടച്ച റബ്ബ് നടത്തുന്നത്. അല്ലാഹു തആല പറയുന്നു, അഫറഅയ്തും മാ തുംനൂൻ അഅൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ. അഫറഅയ്തും മാ തുംനൂൻ, നിങ്ങൾ കാണുന്നുണ്ടോ? മാ തുംനൂൻ, നിങ്ങൾ സ്ഖലിപ്പിക്കുന്ന ബീജം നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? അഫറഅയ്തും മാ തുംനൂൻ, നിങ്ങൾ സ്ഖലിപ്പിക്കുന്ന ശുക്ലത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? അഫറഅയ്തും മാ തുംനൂൻ അഅൻതും തഖ്ലുഖൂന, ആ ശുക്ലത്തെ, ആ ശുക്ലത്തിലെ ബീജഗണത്തെ മനുഷ്യനായി
സൃഷ്ടികർമ്മം നടത്തുന്നത് നിങ്ങളാണോ അം നഹ്നുൽ ഖാലിഖൂൻ, അതോ നമ്മളാണോ പടക്കുന്നത്? സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു ചോദ്യ, ശങ്കിന് പിടിക്കുന്ന ചോദ്യം. മറുപടി പറഞ്ഞേ പറ്റൂ. അള്ളാഹു പറയാണ്, ഞാനല്ല നിങ്ങളെ പടച്ചത്. നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ സ്ഖലിപ്പിക്കുന്ന ബീജം അത് ഒരു മനുഷ്യ കുഞ്ഞായി പടക്കുന്നത് അൻതും തഖ്ലുഖൂനഹു, നിങ്ങളാണോ അതിനെ മനുഷ്യനായി പടക്കുന്നത്? അം നഹ്നുൽ ഖാലിഖൂൻ, അതോ നമ്മളാണോ പടക്കുന്നത്? രണ്ട് ചോദ്യമേ ഉള്ളൂ. നിങ്ങളോ നമ്മളോ? നിങ്ങളോ നമ്മളോ? നിങ്ങളാണെങ്കിൽ നിങ്ങളാന്ന് പറഞ്ഞേക്ക്. മൂക്ക് കിപ്പോട്ടായ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇന്ന് വരെ ബാധിച്ചിട്ടുണ്ടോ ഞാൻ ആ മനുഷ്യനെ സൃഷ്ടിക്കുന്നത്? ഇല്ല. യുക്തിവാദി പോലും പറയില്ല. യുക്തിവാദി എന്തായാലും അത് പറയാൻ പാടില്ല, പറയൂല. ഞാൻ ആ മനുഷ്യനെ പടക്കുന്നത് എന്ന് പറയാൻ ഏത് യുക്തിവാദിക്കാ കഴിയാം? അള്ളാഹു പറയാണ്, നിങ്ങൾക്ക് നിങ്ങളാണെന്ന് അവകാശപ്പെടാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ അവകാശപ്പെടുന്നു ഞാനാ പടച്ചത്, ഞാനാണ് പടച്ചത് എന്ന് അവകാശപ്പെടുന്നു. വേറെ ഒരാളും ലോകത്ത് അവകാശപ്പെടുന്നില്ല ഞാനാ മനുഷ്യനെ പടച്ചത്. അവകാശപ്പെട്ട് വരട്ടെ ഒരാള്, ഞാനാ മനുഷ്യനെ പടച്ചത് എന്ന്. ഏതെങ്കിലും നിരീശ്വരവാദിക്കും യുക്തിവാദിക്കൊന്നും വഴിക്ക് വരാൻ പറ്റില്ല. ഞാനാ മനുഷ്യനെ പഠിച്ചതെന്ന് പറഞ്ഞാൽ അപ്പം ബ്ലോക്കാക്കി കളയാം. കഴിയും. അപ്പൊ ആരും അവകാശവാദം ഉന്നയിക്കാതിരിക്കുമ്പോൾ ഒറ്റ വ്യക്തി മാത്രം അവകാശവാദം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അത് സമ്മതിച്ചു കൊടുക്കലല്ലേ മര്യാദ? അത് സമ്മതിച്ചു കൊടുക്കലല്ലേ മര്യാദ? ഇവിടുന്ന് ഒരു പേഴ്സ് വീണ് കിട്ടി. പരിപാടി കഴിഞ്ഞ് തിരിഞ്ഞു പോയപ്പോ പേഴ്സ് വീണ് കിട്ടി. ഈ വീണ് കിട്ടിയ പേഴ്സ് ബന്ധപ്പെട്ട ആളുകൾ ഇവിടെ എടുത്തു വെച്ചു, അനൗൺസ് ചെയ്തു, ആരെങ്കിലും ഉടമയുണ്ടെങ്കിൽ വരണം. ഒറ്റ കുട്ടിയും വന്നില്ല. ഒരൊറ്റയാൾ അവകാശവാദം ഉന്നയിച്ചു വന്നു, എന്റേതാണോ. വേറെ ആരും വന്നില്ല. രണ്ടാൾ വന്നാൽ കുഴങ്ങിപ്പോവും. പിന്നെ തെളിവും കാര്യവും ഒക്കെ ചോദിക്കണം. രണ്ടാമത്തെ ഒരാളില്ല, ഒറ്റയാളെ അവകാശവാദം ഉന്നയിച്ചുള്ളൂ. നമ്മൾ ഒരാഴ്ച കാത്തു നിന്നു, ആരും വരുന്നില്ല. ഒരാൾ അവകാശവാദം ഉന്നയിക്കുന്നു, അയാൾ അതിലുള്ള നിജസ്ഥിതികൾ ഇത്ര രൂപ ഉണ്ട് എല്ലാം പറഞ്ഞു. ഇനി ഇത് ഇയാൾക്ക് കൊടുക്കല്ലാതെ ആർക്ക് കൊടുക്കാനാ? എന്ത് തർക്കാവിടുള്ളത്? എന്ത് തർക്കമുള്ളത്? അവിടെയാ റബ്ബ് ചോദിക്കുന്നത്. രണ്ടാലൊന്നേ ചോദ്യമുള്ളൂ. അല്ലാഹു സ്രഷ്ടാവല്ല എന്ന് പറഞ്ഞൊഴിഞ്ഞു മാറാൻ എളുപ്പമുണ്ട്. എന്നാ സ്രഷ്ടാവ് ആരാന്ന് പറ. അതാ അള്ളാഹു പറയുന്നു. നിങ്ങളാണെങ്കിൽ നിങ്ങളാന്ന് പറഞ്ഞേക്ക്, അല്ലെങ്കിൽ നമ്മളാണോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അള്ളാഹു താല പറയാണ്, ഞങ്ങളും അല്ല ഇയ്യോ അല്ല എന്ന് പറഞ്ഞാൽ അതിന് വിട്ടുതരൂല, അതിന് വിട്ടുതരൂല. രണ്ടാലൊരു ഉത്തരേ ഉള്ളൂ ബുദ്ധിപരമായിട്ട്. ആ രണ്ടാലൊരു ഉത്തരം പറഞ്ഞോളാം. അല്ലെങ്കിൽ ആർക്കും അവകാശവാദം ഉന്നയിക്കാം. ഏത് വല്യോനും വന്നോട്ടെ, ഞാനാണ് ലോകത്തുള്ള മനുഷ്യരെയൊക്കെ പഠിച്ചത് എന്ന് അവകാശവാദം ഉന്നയിക്കാൻ പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ വെൽക്കം, അയാളെ സ്വാഗതം ചെയ്യുന്നു, വരാം. ഖുർആന്റെ ഈ വെല്ലുവിളി കണ്ടോ നിങ്ങൾ? ഖിയാമത്ത് നാൾ വരെയുള്ള ജനങ്ങളോട് ഇതൊന്നും തിരുത്തപ്പെടാത്ത ചാലഞ്ചുകളാണ് വിശുദ്ധ ഖുർആനിന്റെ. അവിടെ കിടക്കുവത്. എന്തു മട്ടമുള്ള വെല്ലുവിളി! അഫറഅയ്തും മാ തുംനൂൻ അഅൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ. അവിടെയും എത്ര സൂക്ഷിച്ചുകൊണ്ടാണ് റബ്ബ് കാര്യങ്ങൾ പറഞ്ഞത്. ധിക്കാരിയായ മനുഷ്യനെ സൂക്ഷിച്ചുകൊണ്ടേ സംസാരിച്ചിട്ടുള്ളൂ റബ്ബ്. യുക്തിവാദിയെയും നിരീശ്വരവാദിയും ഒക്കെ മുമ്പിൽ കണ്ടിട്ടുകൊണ്ടേ സംസാരിച്ചിട്ടുള്ളൂ. അഫറഅയ്തും മാ തുംനൂൻ, നിങ്ങൾ സ്ഖലിപ്പിക്കുന്ന ബീജം, അതിനെ കുഞ്ഞായി സൃഷ്ടിക്കുന്നത് നിങ്ങളാണോ നമ്മളാണോ? അതാ ചോദ്യം. നമ്മളാന്ന് പറഞ്ഞാല് കുട്ടികളില്ലാത്ത പരാതി ഞാരും പറയാൻ പാടില്ല. ഒരു ഹോസ്പിറ്റലിലും കയറി ഇറങ്ങാൻ പാടില്ല. കാരണം നമ്മൾ ബീജം ഭാര്യയുടെ ഗർഭപാത്രത്തിലേക്ക് നിക്ഷേപിച്ചാൽ കുട്ടികൾ ഉണ്ടാവുമെങ്കിൽ ഇവിടെ കുട്ടികളില്ലാത്ത പരാതി ഉണ്ടാവരുത്. അല്ല, ബീജകണത്തെ കുഞ്ഞായി സൃഷ്ടിക്കുന്നത് പടച്ചറപ്പാണ്. ഡോക്ടർമാര് മക്കൾ ഉണ്ടാകൂല എന്ന് വിധി എഴുതിയവർക്ക് എത്ര പേർക്ക് മക്കൾ ഉണ്ടായിട്ടുണ്ട്? ഉണ്ട്, സത്യമാണ്. ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. എന്താ നിങ്ങൾക്ക് മക്കൾ ഉണ്ടാവാത്തതെന്ന് ദൈവത്തിന് തന്നെ അറിയുള്ളൂ എന്നാ ഡോക്ടർ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ നാട്ടിലൊന്ന് നിന്ന് നോക്ക് എന്ന് പറയും, ഗൾഫുകാരനാണെങ്കിലും. എന്ത്
ആയിട്ട് മക്കൾ ഉണ്ടാകുന്നില്ല. സംഗതി ആരുടെ കയ്യിലാണ്? പടച്ചോന്റെ കയ്യിലാണ്. പടച്ചോന്റെ കയ്യിലാണ്. എന്നാലോ അല്ലാഹു ഈ വെല്ലുവിളി ആരംഭിച്ചത് അഫറഅയ്തും മാ തുംനൂൻ, നിങ്ങൾ സ്ഖലിപ്പിക്കുന്ന ബീജം, നിങ്ങൾ ഭാര്യയുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുന്ന ബീജത്തിന്റെ ഹാല് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാണ് അല്ലാഹു ഈ വെല്ലുവിളി തുടങ്ങുന്നത്. എന്തേ അല്ലാഹുവിന് ആ ബീജം നൽകിയത് ഞാനാണെന്ന് പറഞ്ഞുകൂടായിരുന്നു? ആ ബീജം ഭാര്യയുടെ ഗർഭപാത്രത്തിലേക്ക് നിക്ഷേപിക്കാനുള്ള ശക്തി നിങ്ങൾക്ക് നൽകിയത് ഞാനാന്ന് പറഞ്ഞുകൂടായിരുന്നു? ഇല്ല. കാരണം എന്താ? നിരീശ്വരവാദി യുക്തിവാദിയായ മനുഷ്യൻ അയാള് പ്രഥമഘട്ടത്തിൽ അത് അംഗീകരിക്കൂല. സംഗതി വല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ, നമ്മളെ പഠിച്ചതും അല്ലാഹുവാണ്, നമ്മുടെ കർമ്മങ്ങളെ പഠിച്ചതും അല്ലാഹുവാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ അല്ലാഹു തആല കഴിവ് തന്നതുകൊണ്ടാണ്. സത്യാണ്, പടച്ചോനാണ് എന്നത് പറയാം. പക്ഷെ അല്ലാഹു എന്ത് ചെയ്യുന്നു? ധിക്കാരിയായ മനുഷ്യനോട് ആദ്യം സമ്മതിച്ചു തരാണ്, ബീജം സ്ഖലിപ്പിക്കുന്നത് എന്റെ കഴിവുകൊണ്ടാ നീ ബീജം സ്ഖലിപ്പിക്കുന്നത്, ഇനി സമ്മതിച്ചു തരാം, അത് നിങ്ങൾ തന്നെ. കണ്ടോ? അഫറഅയ്തും മാ തുംനൂൻ, അതിലൊന്നും ഞാൻ വാശിക്ക് വരുന്നില്ല, അത് നിങ്ങൾ തന്നെ എന്ന് വെച്ചോ. അല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ എന്ന് പറഞ്ഞപ്പോ അതും കൂടെ പടച്ചോന്റെ കഴിവാണ് എന്ന് അപ്പുറത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നാലും നമ്മളോട് സംസാരിക്കുമ്പോ പറഞ്ഞു അത് നിങ്ങൾ തന്നെ, സമ്മതിച്ചു തരാം. പക്ഷേ എന്റെ ചോദ്യം, അഅൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ, നിങ്ങൾക്ക് ഭാര്യയുടെ ഗർഭപാത്രത്തിൽ ബീജം നിക്ഷേപിക്കാനല്ലേ പറ്റൂ? അതിനെ കുഞ്ഞായി സൃഷ്ടിക്കുന്നത് നിങ്ങളാണോ അതോ നമ്മളാണോ? കണ്ടോ, നിങ്ങള് ഡോക്ടറുടെ സമീപത്തേക്ക് ഓടുന്നു മനുഷ്യൻ, മക്കളില്ല എന്ന് പരാതി പറഞ്ഞു. പുണ്യ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ കയറിയിറങ്ങുന്നു മനുഷ്യർ, മക്കളില്ല എന്നുള്ള പരാതി പറഞ്ഞു. ലക്ഷങ്ങളും കോടികളും ചിലവിടാൻ ഡോക്ടർമാർക്കും മറ്റും നൽകാൻ തയ്യാറാണ്. ഒരു മകനുണ്ടായി കിട്ടുമെങ്കിൽ, ഒരു കുട്ടിയുണ്ടായി കിട്ടുമെങ്കിൽ, ആണോ പെണ്ണോ ആയിട്ട് ഒരു കുഞ്ഞിനെ തരാൻ പറ്റുമെങ്കിൽ എത്രയോ മുതലാളിമാര് എത്രയും തരും. പക്ഷെ ആരാണിത് കൊടുക്കുന്നത്? പടച്ചോൻ. പടച്ചോനാ കൊടുക്കുന്നത്. നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത വമാ നഹ്നു ബിമസ്ബൂഖീൻ. അടുത്തതിലേക്ക് അല്ലാഹു വരുന്നു. പറയാം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അപ്പൊ ഈ വെല്ലുവിളിയുടെ മുമ്പിൽ ഒരൊറ്റ മറുപടിയേ ഉള്ളൂ. പടച്ചവനെ, നീ മാത്രമാണ് ഞങ്ങൾക്ക് മക്കളെ തരുന്നത്, നീ മാത്രമാണ് മക്കളെ തരുന്നത്. സുബ്ഹാനല്ലാഹ്, ഒരാൾക്കും ഒന്നും പറയാൻ ഇവിടെ കഴിയില്ല. അല്ലാഹുവല്ല ഞാനാന്ന് പറയാൻ പറ്റിയ ഒരു വമ്പനും ഈ ദുനിയാവിൽ ഒരു ഉമ്മയും പെറ്റിട്ടില്ല. അങ്ങനെ ഒരു മനുഷ്യനെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അവിടെയാണല്ലോ ചോദിക്കുന്നത്, ഇങ്ങനെ ഇല്ലായ്മയിൽ നിന്ന് നിങ്ങളെ പടച്ചെടുക്കുന്ന റബ്ബ് ഞാനാണെങ്കിൽ പിന്നെ നിങ്ങളെ രണ്ടാമത് ഈ ആദത്ത് ചെയ്യാൻ, മടക്കി പടക്കാൻ, പുനഃസൃഷ്ടിക്കാൻ എനിക്ക് പ്രയാസമുണ്ട് എന്നാണോ നിങ്ങൾ പറയുന്നത്? സുബ്ഹാനല്ലാഹ്, സൂറത്തു യാസീനിന്റെ അവസാന ഭാഗം ആശ്ചര്യത്തോടുകൂടെ അല്ലാഹു ഇത് അവതരിപ്പിക്കുന്നുണ്ട്. ഖാല മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം. നിഷേധിയായ മനുഷ്യൻ, പടച്ചോനെ അംഗീകരിക്കാത്ത മനുഷ്യൻ, പുനരുത്ഥാനം സമ്മതിക്കാത്ത മനുഷ്യൻ, ആ മനുഷ്യൻ പറയുകയാണ്, അവൻ ചോദിക്കുകയാണ്, മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം. നുരുമ്പിപ്പോയ അസ്ഥികൂടങ്ങളെ രണ്ടാമത് ആരാണ് ജീവിപ്പിക്കാൻ? അവൻ അത്ഭുതത്തോടെ ചോദിക്കുക, മൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം. നുരുമ്പിപ്പോയ എല്ലുകൂടുകളെ, അസ്ഥികൂടങ്ങളെ ആരാ രണ്ടാമത് എഴുന്നേൽപ്പിക്കാന്ന് അവൻ ചോദിക്കുന്നത്. നബിയെ, ഉത്തരം സിമ്പിളാണ്, പറഞ്ഞു കൊടുക്കൂ തങ്ങളെ. ഖുൽ യുഹ്യീഹല്ലദീ അൻശഅഹാ അവ്വല മർറ. നബിയെ, മറുപടി പെട്ടെന്ന് പറയാം, തങ്ങൾ പറഞ്ഞു കൊടുക്കണം ഇത് പറയുന്നവരോട്. ഖുൽ, നബിയെ തങ്ങൾ പറയണം, യുഹ്യീഹാ,
ആ എല്ലുകൾ നുരുമ്പിപ്പോയ എല്ലുകളെ ഹയാത്താക്കുക. അല്ലദീ ഒരുത്തനാണ് അൻശഅഹാ അവ്വല മറ ആ എല്ലുകളെ ഒന്നാം തവണ ഉണ്ടാക്കിയ ഒരുത്തനില്ലേ അവനത് പുനരുത്ഥാനം ചെയ്തോളും എന്ന് പറഞ്ഞേക്കണം നബിയേ. യുഹ്യീഹല്ലദീ അൻശഅഹാ അവ്വല മറ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. അവൻ എല്ലാ തരത്തിലുമുള്ള സൃഷ്ടികർമ്മങ്ങൾ അറിയാം. അള്ളാഹുവിന് എല്ലാ നിലക്കുള്ള സൃഷ്ടികർമ്മം അറിയാം. വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. എല്ലാ നിലക്കുള്ള സൃഷ്ടികർമ്മം അറിയാന്ന് പറഞ്ഞാൽ ശുദ്ധ ശൂന്യതയിൽ നിന്ന് എങ്ങനെയാ പടക്കുക എന്ന് അള്ളാഹ്ക്കറിയാം. അതിന്റെ ഉദാഹരണമാണ് സയ്യിദുന അബുൽ ബശർ ആദം അലൈഹിസ്സലാം. ശുദ്ധ ശൂന്യതയിൽ നിന്നല്ലേ, വട്ടപൂജ്യത്തിൽ നിന്നല്ലേ ആദം നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു പഠിച്ചത്? ഒന്നുമില്ലല്ലോ, മണ്ണിൽ നിന്നല്ലേ പഠിച്ചത്. ആ മണ്ണും അള്ളാഹു ഉണ്ടാക്കിയതല്ലേ. ചുരുക്കി പറഞ്ഞാൽ ശുദ്ധ ശൂന്യതയിൽ നിന്നാണ് നബിയുല്ലാഹി ആദം അലൈഹി ഇസ്ലാം വരുന്നത്. അപ്പോ ശുദ്ധ ശൂന്യതയിൽ നിന്ന് എങ്ങനെയാ മനുഷ്യനെ പടക്കുക എന്ന് അള്ളാഹുവിന് അറിയാം. പിന്നെയോ ആണും പെണ്ണുമില്ലാതെ എങ്ങനെയാ മനുഷ്യനെ പടക്കുക എന്ന് അള്ളാഹുവിന് അറിയാം. അതിന്റെ ഉദാഹരണമാണ് ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാം. ഇനി ആണിന്റെ സാന്നിധ്യമുണ്ട്, പെണ്ണിന്റെ സാന്നിധ്യമല്ല. ഒരാണിൽ നിന്ന് എങ്ങനെയാണ് ഒരു മനുഷ്യനെ പടക്കുക എന്നുള്ളത് അതും അള്ളാഹ്ക്കറിയാം. വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. ആണും പെണ്ണും ഇല്ലാതെ ഒരു മനുഷ്യനെ എങ്ങനെയാ പടക്കുക എന്ന് അള്ളാഹ്ക്കറിയാം. ആണില്ലാതെ ഒരു മനുഷ്യനെ എങ്ങനെയാ പടക്കുക എന്ന് അള്ളാഹ്ക്കറിയാം. പെണ്ണില്ലാതെ ഒരു മനുഷ്യനെ എങ്ങനെയാ പടക്കുക എന്ന് അള്ളാഹ്ക്കറിയാം. ആണും പെണ്ണും ഉണ്ടായിട്ട് ഒരു മനുഷ്യനെ എങ്ങനെയാ പടക്കുക എന്നും അള്ളാഹ്ക്കറിയാം. ഈ 4 രൂപയെ സൃഷ്ടിപ്പിലുള്ളൂ. ബികുല്ലി ഖൽഖിൻ അലീം. എല്ലാ തരത്തിലുള്ള സൃഷ്ടിപ്പ് പടച്ചോൻ അറിയാം. 4 രൂപയെ സൃഷ്ടിപ്പിലുള്ളൂ. ആണും പെണ്ണും ഇല്ലാതെ സൃഷ്ടിക്കുക, ആണിൽ നിന്ന് സൃഷ്ടിക്കുക, പെണ്ണിൽ നിന്ന് സൃഷ്ടിക്കുക, ആണും പെണ്ണും കൂടിയിട്ട് സൃഷ്ടിക്കുക. ഇത് 4നും അല്ലാഹു തആല ലോകത്ത് ഉദാഹരണം കാണിച്ചിട്ടുണ്ട്. ആണും പെണ്ണും ഇല്ലാതെ ശുദ്ധശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ചതിന് ഉദാഹരണമാണ് നേരത്തെ പറഞ്ഞ അബൂന അബുൽ ബശർ ആദം അലൈഹിസ്സലാം. 2 ആണുണ്ട് പെണ്ണില്ല. ആണുണ്ട് പെണ്ണില്ല. ആണിന്റെ സാന്നിധ്യത്തിൽ നിന്ന് മാത്രം ഒരു പടപ്പിനെ പടച്ചെടുക്കൽ എങ്ങനെയാണ് അത് കാണിച്ചു തന്നതാണ് അള്ളാഹു. ആദമിൽ നിന്ന് ഹവ്വായിനെ പടച്ചു. അവിടെ പെണ്ണില്ല, ആണ് മാത്രമേ ഉള്ളൂ. ആണിന്റെ വാരിയൽ ഊരിയിട്ടാണ് ബീവി ഹവ്വായിനെ പടച്ചത് റളിയല്ലാഹു അൻഹാ. ആദം നബി അലൈഹിസ്സലാമിന്റെ വാരിയൽ ഊരിയെടുത്തിട്ടാണ് ഹവ്വാ ബീവിയെ പടച്ചത്. സൂറത്തുൻ നിസാഇന്റെ 1-ാം വചനത്തിൽ പറയുന്നു, സ്വഹീഹായ ഹദീസിൽ മുത്തുനബി കാര്യം വെട്ടിത്തുറന്ന് പറഞ്ഞു, ആദമിന്റെ വാരിയലിൽ നിന്നാണ് ഹവ്വാ ബീവിയെ പടച്ചത് എന്ന് ഹദീസിലുണ്ട്. ഖുർആനിൽ സൂചനയുമുണ്ട്. ആദമിന്റെ ളിലയിൽ നിന്നാണ് സൃഷ്ടിച്ചത് എന്ന് പറയുമ്പം ഖുർആനിൽ സൂചനാപരമായി പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ. നിങ്ങളെ മുഴുവനും ഒരു വ്യക്തിയിൽ നിന്ന് പടച്ചെടുത്ത റബ്ബിനെ നിങ്ങൾ പേടിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ സൃഷ്ടിപരമായി ആദമുമായി ബന്ധമുണ്ട്. ആദമിൽ നിന്നാ നിങ്ങളെ പടച്ചത് അല്ലേ? ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ. ആ ആദമിൽ നിന്നാണ്, ആ നഫ്സിൽ നിന്നാണ്, ആ ശരീരത്തിൽ നിന്നാണ്, ആ ശരീരത്തിന് വേണ്ട ഇണയെ പടച്ച റബ്ബ് പടച്ചത്. ആ ശരീരത്തിൽ നിന്നാണ്, ആ ശരീരത്തിന്റെ ഒരംശം എടുത്തുകൊണ്ടാണ് ആദം നബി അലൈഹിസ്സലാമിന്റെ ഇണയായ ഹവ്വായിനെ പടച്ചത്. അത് വാരിയല്ലായിരുന്നു എന്ന് ഹദീസില് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ വിശദീകരിച്ച് പഠിപ്പിക്കുന്നു. അപ്പോൾ ആണിന്റെ മാത്രം സാന്നിധ്യത്തിൽ നിന്ന് അല്ലാഹു തആല മനുഷ്യനെ പടച്ച് കാണിച്ചു തന്നു. അതിന്റെ ഉദാഹരണമാണ് ബഹുമാനപ്പെട്ട ബീവി ഹവ്വാ. പറയാൻ സമയം കുറവാണ്, അതുകൊണ്ടാണ് ഇതൊക്കെ നന്നായി വിശദീകരിക്കേണ്ട ഭാഗങ്ങളായിരിക്കും. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തേതേതാ? വഹുവ ബികുല്ലി ഖൽഖിൻ അലീം.
എന്ന് പറഞ്ഞതിൽ മൂന്നാമത്തെ സാധ്യത ഏതാ? പെണ്ണുണ്ട് ആണില്ല. പെണ്ണുണ്ട് ആണില്ല. പെണ്ണിന്റെ മാത്രം സാന്നിധ്യത്തിൽ നിന്ന് ഒരാണ് തൊടാതെ ഒരു പെണ്ണിന് ഗർഭം ഉണ്ടാവുക, എന്നിട്ട് കുട്ടി ജനിക്കുക. അതിനൊരു ഉദാഹരണം അള്ളാഹു ലോകത്ത് കാണിക്കണം. എന്തിന്? വഹൂബിക്കുല്ലി ഖൽഖിൻ അലീം എന്ന് പറയാൻ ഒരു സാമ്പിൾ കാണിക്കണം. ആ സാമ്പിളാണ് റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം. ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മ ബീവി മറിയം റളിയല്ലാഹു അൻഹാ. ആ മറിയം ബീവി റളിയല്ലാഹു അൻഹാ പെട്ടെന്ന് മറിയം ബീവിയുടെ വയറ്റിനകത്ത് ഈസാ ജന്മമെടുക്കുകയായിരുന്നു. ഒരു പുരുഷൻ ബഹുമാനപ്പെട്ട മറിയം ബീവിയെ തൊട്ടില്ല. അതുകൊണ്ടല്ലേ മറിയം ബീവി വേദനിച്ചത്, ഗർഭമുണ്ടായപ്പം വേദനിച്ചത്. അള്ളാഹു കൊടുത്തതാണ് എന്ന് പറഞ്ഞു. ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് താങ്കൾ ഗർഭിണിയാണ് എന്ന വിവരം നൽകുമ്പോ പേടിച്ചുപോയി. ഒരു മനുഷ്യനും ഒരു പുരുഷനും തൊട്ടിട്ടില്ലാത്ത ഞാൻ എങ്ങനെ ഗർഭിണിയാകും? അള്ളാഹുവിന്റെ തീരുമാനമാണ് മറിയമേ, നീ ഗർഭിണിയാണ്. കുഞ്ഞ് അടിവയറ്റിൽ വളരുന്നു. പെട്ടെന്ന് സാധാരണ ഒരു ഗർഭം പോലെ ആയിരുന്നില്ല. 10 മാസം കൊണ്ട് നടന്നിട്ടൊന്നുമില്ല. 10 മാസം കൊണ്ട് നടന്നിട്ടൊന്നുമില്ല. പെട്ടെന്ന് എല്ലാ പരിപാടിയും, വളർച്ച, പൂർണ്ണ വളർച്ച, പ്രസവം ഒക്കെ നടക്കാൻ. കുളിക്കാൻ പോയി, പിന്നെ വരുമ്പോ കുട്ടിനിയായിട്ടാ വരുന്നത്. വല്ലാത്തൊരു അത്ഭുതല്ലേ ഇത്? അല്ലാഹു തആല ലോകത്ത് കാണിച്ച ഏറ്റവും വലിയ അത്ഭുതം സൂറത്ത് മറിയം. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഏതോ ഒരു ഭാഗത്ത് ഞാൻ അടുത്ത് അവതരിപ്പിക്കുന്നുണ്ട് സൂറത്ത് മറിയം. സൂറത്ത് മറിയമിൽ ഈ സംഭവം വളരെ വ്യക്തമായിട്ട് അല്ലാഹു തആല പറയുന്നുണ്ട്. വലിയ അത്ഭുതമായിട്ട്. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ സിമ്പിൾ കേസാണ് എന്നാണ് മറിയം ബീവിയോട് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞത്. അത് നിങ്ങളുടെ റബ്ബിനെ സംബന്ധിച്ചിടത്തോളം ഹയ്യിൻ എന്നാ പറഞ്ഞത്. അത് വളരെ വളരെ സിമ്പിളാണ്. ഹയ്യൻ എന്ന് പറഞ്ഞാൽ വളരെ ലളിതാണ്, സിമ്പിളാണ്. അത് പെട്ടെന്ന് നടക്കാവുന്ന കാര്യമാണ്. നിങ്ങൾ വിചാരിച്ചതുപോലെ റബ്ബിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ആനക്കാര്യമൊന്നുമല്ല. അപ്പോഴല്ലേ ബഹുമാനപ്പെട്ട മറിയം ബീവി റളിയല്ലാഹു അൻഹ ഭയന്നത്. പടച്ചോനെ, ഈ കുട്ടിയെയുമായിട്ട് ഞാൻ അങ്ങ് ഇറങ്ങിച്ചെന്നാൽ, സമൂഹത്തിന്റെ മുമ്പിലേക്ക് ഇറങ്ങിച്ചെന്നാൽ എന്താ റബ്ബേ ഞാൻ മറുപടി പറയാ? സമൂഹം എന്നെ വിടുവോ? സമൂഹം എന്നെ വിടുമോ? ബേജാറാകുന്നു ബഹുമാനപ്പെട്ട ബീവി മറിയം റളിയല്ലാഹു അൻഹാ. ബേജാറാവുകയാണ്. എന്താണ് ഞാൻ സമൂഹത്തോട് മറുപടി പറയുക? എനിക്കിത് പടച്ചോൻ തന്നതാന്ന് പറഞ്ഞാൽ സമൂഹം എന്നെ വിടുവോ? മറിയം ബീവിക്ക് ഭയമാകുന്നു. പടച്ചോനെ, എന്തു മറുപടിയാ ഞാൻ സമൂഹത്തോട് ഈ കാര്യത്തിൽ പറയുക? ഇവരോട് എന്ത് പറഞ്ഞാലാണ് എനിക്ക് പിടിച്ചു നിൽക്കാനാവുക? മറിയം ബീവി റളിയല്ലാഹു അൻഹാ ആലോചിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട മറിയം ബീവിയോട് പടച്ച റബ്ബ് പറഞ്ഞു, മറിയം ബീവിയെ നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങൾ എന്തിനു വിഷമിക്കണം? നിങ്ങൾ ഈ കാര്യത്തിൽ നിങ്ങളൊരു തേവിടിശിയാണെന്ന് നാട്ടുകാര് പറയുന്നതിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തി തന്നാ പോരെ? ഈമാനില്ലാത്ത ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതുകൊണ്ടല്ലേ ജൂതന്മാര് പഴച്ചുപോയത്? ജൂതന്മാര് പഴച്ചുപോയത് എന്തുകൊണ്ടാ? ജൂതന്മാര് മറിയം ബീവിയെ തേവിടിശി എന്ന് വിളിച്ചത് കൊണ്ടാ പഴച്ചുപോയത്. അവര് പറഞ്ഞു, ഇതൊന്നും പറഞ്ഞിട്ട് ഞങ്ങൾ അംഗീകരിക്കൂല. ഭർത്താവില്ലാതെ ഒരു കുട്ടിയെയുമായിട്ട് കുളിക്കാൻ പോയ പെണ്ണ് തിരിച്ചു വരുമ്പോ, കുട്ടിയെയായിട്ട് വരുമ്പോ, നീ ബൈത്തുൽ മുഖദ്ദസിന് കുറെ കാലമായിട്ട് ഗർഭമുണ്ടായി കൂടി ആ കുഞ്ഞിനെ നീ പൂത്തി വെച്ച് ഒളിപ്പിച്ചു വെച്ച് പ്രസവിച്ച് വന്നതാണ് എന്ന മട്ടിലാണ് അവരുടെ സംസാരം ഉണ്ടായത്. വളരെ മോശമായിട്ട് സംസാരിച്ചു, വളരെ മോശമായിട്ട് സംസാരിച്ചു. ബഹുമാനപ്പെട്ട മറിയം ബീവി വേദനിച്ചു. ജൂതന്മാരെ അള്ളാഹു ശപിച്ചു, എന്നേക്കുമായി ശപിച്ചു കളഞ്ഞു. ഇത് സമ്മതിക്കാത്തതാണ് ജൂതന്മാര് പഴച്ചു പോകാൻ കാരണം. അല്ലെങ്കിൽ ജൂതന്മാര് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ അനുയായികളല്ലേ? മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ദീനല്ലേ അന്ന് ശരിയായ ദീന്? ശരിയാത്ത് മൂസവിയ ശരിയത്താണെന്ന് നിലവിലുള്ള ഏറ്റവും നല്ല ദീന്. എന്നിട്ട് ആ മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ അനുയായികൾ പിഴക്കാനുള്ള കാരണം മറിയം ബീവിയുടെ പേരിൽ ആരോപണം ഉന്നയിച്ചതാണ് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഏതാവട്ടെ, മറിയം ബീവി പടച്ചോനോട് പറഞ്ഞു, പടച്ചോനെ, ഞാൻ എന്താ ചെയ്യാം? അള്ളാഹു പറഞ്ഞു, ഒരു കാര്യം ചെയ്തേക്ക്. നിങ്ങൾ ആരോപണത്തിൽ നിന്ന് രക്ഷപ്പെടുകയല്ലേ വേണ്ടത്? ആളുകൾ ആരോപിച്ചു എന്നല്ല, എന്താ പറഞ്ഞത്? ബഹുമാനപ്പെട്ട മറിയം ബീവി വരുന്ന ആ രംഗം ഖുർആൻ ഇങ്ങനെ വിവരിക്കുന്നുണ്ട്.
കുട്ടിയെ എടുത്തുകൊണ്ട് മറിയം തന്റെ നാട്ടുകാരുടെ ഇടയിലേക്ക് വന്നു. നമ്മളെ ഭാഷയിൽ പറഞ്ഞ കുട്ടിനെ ഒക്കത്ത് വെച്ചിട്ട് മറിയം ബീവി ഇങ്ങനെ ഇറങ്ങി വരിക. അപ്പൊ അവര് പറഞ്ഞു, ഖാലൂ യാ മറിയം ലഖദ് ജിഅ്തി ശൈഅൻ ഫരിയാ യാ ഉഖ്ത ഹാറൂൻ മാ കാന അബൂകി ഇംറഅ സൗഇൻ വമാ കാനത് ഉമ്മുകി ബഗിയാ. സുബ്ഹാനല്ലാഹ്. എന്ത് പണിയാ മറിയമേത്, എന്ത് വൃത്തികേടാ മറിയമേ ഈ ചെയ്തത്. ഹാറൂനിന്റെ പെങ്ങളെ, വിശുദ്ധരായ സഹോദരിമാരെ അന്ന് വിളിച്ചിരുന്ന ഓമന പേരാണ് ഹാറൂനിന്റെ പെങ്ങൾ എന്ന്. ഹാറൂന്റെ പെങ്ങളെ എന്ന് വിളിച്ചു എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ബീവി എന്നൊക്കെ വിളിക്കുന്നത് പോലെയുള്ള ഒരു വിളിയാണ്. ഹാറൂന്റെ പെങ്ങളെ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അത്രേ ഉള്ളൂ. കാരണം ചരിത്രപരമായിട്ട് ചിലർ വിശുദ്ധ ഖുർആനിന് ചരിത്രം പഴിച്ചിട്ടുണ്ട് എന്നുള്ളതിനൊക്കെ ഇത് ഉദാഹരണമാക്കാറുണ്ട്. കാരണം മറിയം ബീവിക്ക് ഹാറൂൻ എന്നൊരു ആങ്ങളയില്ല. അപ്പൊ ഹാറൂനിന്റെ പെങ്ങളെ എന്ന് വിളിച്ചത് അത് ഭാഷ അറിയാത്തത് കൊണ്ടാണ്. അന്ന് നിലവിലുണ്ടായിരുന്ന ഒരു ശൈലിയാണത്, ഹാറൂനിന്റെ പെങ്ങൾ എന്ന് പറയുന്ന ശൈലി. ഇത് ബൈബിളിലും ഉണ്ട് ഈ പ്രയോഗം. ഏതാവട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത്, യാ ഉഖ്ത ഹാറൂൻ മാ കാന അബൂകി ഇംറഅ സൗഇൻ വമാ കാനത് ഉമ്മുകി ബഗിയ. നിന്റെ വാപ്പ മോശപ്പെട്ട വ്യക്തിയായിരുന്നില്ല, നിന്റെ ഉമ്മ ഒരു തേവിടിശിയായിരുന്നില്ല. എന്റെ വാപ്പാക്കും ഉമ്മാക്കൊന്നും ഈ പണി ഇല്ലായിരുന്നു മറിയമേൻ. കണ്ടാ, മറിയം ബീവിയോട് പറയാണ്, ഇമ്രാന് ഇങ്ങനെ ഒരു പണിയില്ലായിരുന്നു, ഹന്നത്ത് ബീവിക്ക് ഇങ്ങനെ ഒരു പണിയില്ലായിരുന്നു. നിന്റെ വാപ്പയോ ഉമ്മയോ ഇങ്ങനെ മനുഷ്യനെ കൊണ്ട് പറയിപ്പിച്ചവളല്ല. ഈ എന്ത് തോന്നിയാസാണ് ഈ ചെയ്തത് മറിയമേൻ. അപ്പോഴാണ് മറിയം ബീവിയോട് അല്ലാഹു നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് പ്രശ്നം ജനങ്ങൾ ആരെങ്കിലും നിങ്ങളെ കാണുമോ എന്നുള്ള പ്രശ്നമല്ലേ, അല്ല ജനങ്ങൾ എന്തെങ്കിലും ചോദിച്ചാലോ എന്നുള്ള പ്രശ്നമല്ലേ. ഒരു കാര്യം ചെയ്തിട്ട് നിങ്ങൾ മറുപടി പറയണ്ട, പറഞ്ഞാൽ അവരെ എതിർക്കും. മനുഷ്യന്മാർക്ക് അങ്ങനെ അറിയുള്ളൂ, വിമർശിക്കാനേ അറിയുള്ളൂ. മനുഷ്യനിത് വിമർശിക്കാനേ കഴിയുള്ളൂ. കാരണം അത്രയും വലിയൊരു അത്ഭുത പറയുന്നത്. അതുകൊണ്ട് അതിനുള്ള ദൃഷ്ടാന്തം ഞാൻ നൽകിക്കോളാം. ഇത് ശരിയാണെന്നുള്ളതിനുള്ള ദൃഷ്ടാന്തം ഞാൻ നൽകിക്കോളാം. നീ ഒരു കാര്യം ചെയ്താൽ മതി, ഈ കുട്ടി എവിടുന്നാന്ന് ചോദിച്ചാ കുട്ടിയിലേക്ക് ഇങ്ങനെ ചൂണ്ടുക, അവനോട് ചോദിച്ചു നോക്ക്, എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ മതി. ബാക്കി കാര്യം ഞാൻ ഏറ്റു. പടച്ചോൻ ഏറ്റ വാക്കാണ്. ഞാൻ ഒരാളോടൊന്നും മിണ്ടൂല, എന്റെ കാര്യം എന്റെ കുട്ടി എന്നെ പറയട്ടെ. അങ്ങനെ മറിയമ്മ ചോര പൈതലിനങ്ങനെ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഇതാ എന്റെ കുഞ്ഞിനോട് എന്നെ ചോദിച്ചോ, ഇവൻ എവിടെന്ന് വന്നതാ, എന്നോട് ചോദിക്കേണ്ട, ഇവനോട് ചോദിക്കാം. അപ്പൊ അവര് പറഞ്ഞു, മറിയമേ ഈ തരികിടൊന്നും നടക്കൂലട്ടോ. കൈഫ നുക്കല്ലിമു മൻ കാന ഫിൽ മഹ്ദി സബിയ. തൊട്ടിലിൽ കിടക്കുന്ന ഒരു കുഞ്ഞിനോട് ഞങ്ങൾ എങ്ങനെയാ സംസാരിക്കുന്നത്? സംസാരിക്കുവോ? സംസാരപ്രായം എത്തിയിട്ടുണ്ടോ? ചെറിയ ചോര പൈതലിനോട് ഞങ്ങൾ എങ്ങനെയാ സംസാരിക്കുക? മറുപടി പറയാനില്ലാത്തപ്പോ ഇത്തരം കോമിക്കുകളൊന്നും നടക്കൂല, പറഞ്ഞോളണം. എവിടെന്നായി കുട്ടി? അപ്പോഴാണ് ഈ ചോര പൈതല്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെയും നിങ്ങളുടെയും വീട്ടിലുള്ള കുട്ടി, ഉമ്മ, ഉപ്പ, കഞ്ഞി, ചോറ്, അപ്പു എന്നൊക്കെ ഒന്ന് പറഞ്ഞു കിട്ടാന് എത്ര കാലം കാത്തിരിക്കണം നമ്മള്? എത്ര കാലം കാത്തിരിക്കണം? അതിട്ട് കേൾക്കുമ്പോ ഉമ്മാക്ക് ഒരു വലിയൊരുനാളുടെ സന്തോഷ. എന്റെ കുട്ടി സംസാരിച്ചു അല്ലേ? എന്താ സംസാരിക്കുക? ഉമ്മ, അപ്പ, അപ്പു എന്നൊക്കെ ഇപ്പൊ ഈ കുട്ടി പറയാ. അല്ലാതെ ഏതെങ്കിലും ഒരു കുട്ടി ഞാൻ എന്റെ സഹോദരിമാരോട് ഉമ്മമാരോട് ചോദിക്കുക, നിങ്ങളെ മടിയിലിരുന്നിട്ട് സംസാരിക്കാൻ പ്രായമാകുമ്പോ, പ്രസവിച്ച അന്നൊന്നും സംസാരിക്കണ്ട, കുറച്ച് കഴിഞ്ഞ ഒരു 8 മാസം 9 മാസം ഒക്കെ ആവുമ്പോ ഇങ്ങനെ സംസാരിക്കാൻ പ്രായമാവുമ്പോ ആ കുഞ്ഞ് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഉമ്മ ഒരപ്പു തരൂന്ന്? ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അത്രേ പറയുള്ളൂ. കെലിമത്തുകൾ മാത്രമേ ആദ്യം സംസാരിക്കൂ. കലാമുകൾ, പൂർണ്ണ സെന്റൻസുകൾ സംസാരിക്കാൻ കഴിയില്ല. വാക്യങ്ങളെ ആദ്യം സംസാരിക്കാൻ കഴിയുള്ളൂ. പൂർണ്ണ സെന്റൻസുകൾ സംസാരിക്കാൻ പിന്നെയാണ്. ഉപ്പാനെയും ഉമ്മാനെയൊക്കെ വിളിക്കാനേ കഴിയൂ. ഉപ്പ എനിക്ക് ചായ വേണം, ഉപ്പ എനിക്ക് മിഠായി വേണം, ഉമ്മ എനിക്ക് ചോറ് വേണം, ഇതൊക്കെ പറയണമെങ്കിൽ കുട്ടി എത്ര വളരണം? അപ്പോഴാണ് ഈ ചോര പൈതല് ഈ കുട്ടി ആദ്യമായി സംസാരിച്ച വാക്ക്
ആദ്യമായി സംസാരിച്ച ആ വാചകത്തിന്റെ നീളം ഒന്ന് നോക്ക് സഹോദരാ. ഇതിന്റെ ലെങ്ത് കണ്ടാ നമ്മൾ ഞെട്ടിപ്പോകും. ഖാല ഇന്നി അബ്ദുല്ലാഹി ആതാനിയൽ കിതാബ വജഅലനി നബിയ്യാ വജഅലനി മുബാറകൻ ഐനമാ കുൻതു വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യാ വബറൻ ബിവാലിദതി വലം യജഅൽനി ജബ്ബാറൻ ശഖിയ്യാ വസ്സലാമു അലയ്യ യൗമ വുലിദ്തു വയൗമ അമൂതു വയൗമ ഉബ്അസു ഹയ്യാ ദാലിക ഈസ ഇബ്നു മറിയം. അത് അല്ലാഹുവിന്റെ വാക്കാണ്. ദാലിക ഈസ ഇബ്നു മറിയം, അതുവരെയുള്ള വാക്ക്. എത്ര നീണ്ട കലാമാ സംസാരിച്ചതൊന്ന് ആലോചിച്ച് നോക്ക്. അതോടുകൂടിയല്ലേ ജനം പറഞ്ഞത് നീ ഒന്നും നോക്കണ്ട, ശുദ്ധമായ ഭാഷയിൽ ഇത്രയും ലോങ് ഇബാറത്ത് വാക്കുകൾ ഈ കുട്ടി സംസാരിച്ചതുകൊണ്ട് ഇനി ഒന്നും നോക്കണ്ട, ഈ കുട്ടി പറഞ്ഞത് ശരിയാണ്. എന്താ കുട്ടി പറഞ്ഞത്? ഖാല, ഉടനെ തന്നെ ആ ചോര പൈതൽ പറഞ്ഞു, ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. എന്തേ ഈ കുട്ടി ഇങ്ങനെ ആദ്യം പറഞ്ഞത്? ഞാൻ അള്ളാന്റെ ഒന്നാമത്തെ സംസാരം ഞാൻ പടച്ചോന്റെ അടിമയാണെന്നാണ്. കാരണം എന്താ? ഈ കുട്ടി ഇങ്ങനെ ഒരു അത്ഭുത രൂപത്തിൽ ഉണ്ടായതായതുകൊണ്ട് ഈ കുട്ടിയെ ചൊല്ലി വഷളാകാൻ പോകുന്ന ഒരു ടീമുണ്ട്. ഇതേതാണ്? ദൈവപുത്രനാന്ന് പറഞ്ഞത്. ഇങ്ങനെ അത്ഭുതത്തിൽ ഉണ്ടായതായതുകൊണ്ട് ദൈവപുത്രനാണെന്ന് പറഞ്ഞിട്ട് വഷളാകാൻ പോകുന്ന ഒരു ടീമിനുണ്ടോ? അവർക്കാണ് ആദ്യം മറുപടി പറയുന്നത് ഈസാ നബി അലൈഹിസ്സലാം. ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ ദൈവമല്ല, ദൈവത്തിന്റെ പുത്രനല്ല, ഞാൻ ദൈവത്തിന്റെ അവതാരമല്ല, ഞാൻ അള്ളാഹുവിന്റെ അടിമ മാത്രമാണ്. ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്. ഇത് പറഞ്ഞിട്ടാ തുടങ്ങിയത്. പിന്നെ അങ്ങ് പറഞ്ഞു, ആതാനിയൽ കിതാബ്, അള്ളാഹു എനിക്ക് ഇൻജീൽ നൽകിയിട്ടുണ്ട്, എനിക്ക് അല്ലാഹ് കിതാബ് നൽകിയിട്ടുണ്ട്. വജഅലനി നബിയ്യാ, എന്നെ പ്രവാചകനായി പറഞ്ഞയച്ചിട്ടുണ്ട്. വജഅലനി മുബാറക, എന്നെ അല്ലാഹു ബറക്കത്തുള്ളവനാക്കിയിട്ടുണ്ട്. ഐനമാ കുന്തു, ഞാൻ എവിടെയുണ്ടോ അവിടെയൊക്കെ ബറക്കത്തുണ്ടാവും. ഞാനൊരു വലിയ മഹാനാണ്, എന്റെ കാൽപാദം തട്ടിയെടുത്തൊക്കെ ബറക്കത്തുണ്ടാകും. വജഅലനി മുബാറകൻ ഐനമാ കുന്തു, ഞാൻ എവിടെ ഉണ്ടോ അവിടെയൊക്കെ ബറക്കത്തുണ്ടാവും. ഞാൻ എവിടെയുണ്ടോ അവിടെയൊക്കെ ബറക്കത്തുണ്ടാകും. മഹാന്മാരുടെ സാന്നിധ്യം കൊണ്ട് ബറക്കത്തുണ്ടാവും. അല്ലെങ്കിൽ എന്തിനാ അത് പറഞ്ഞത്? ഐനമാ കുന്തു എന്ന് പറഞ്ഞത് വജഅലനി മുബാറക് എന്ന് പറഞ്ഞ് നിർത്തിയാ പോരെ? എന്നെ ബറക്കത്തുള്ള കുട്ടിയാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാ പോരെ? അല്ല, ഐനമാ കുന്തു, ഞാൻ എവിടെയാണോ അവിടെ ബറക്കത്തുണ്ടാവും. വജഅലനി മുബാറകൻ ഐനമാ കുന്തു വജഅലനി വഔസാനി ബിസ്സലാത്തി വസ്സകാ, അല്ലാഹു എന്നോട് നിസ്കരിക്കണമെന്നും സക്കാത്ത് കൊടുക്കണമെന്നും വസിയ്യത്ത് ചെയ്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. മാദും തുഹയ്യാ, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നിസ്കാരവും സക്കാത്തും വേണമെന്ന് അല്ലാഹു എന്നോട് കൽപ്പിച്ചിരിക്കുകയാണ്. എന്തോ ഒരു നല്ല വാക്കുകൾ ആദ്യം പറയുന്നത് തന്നെ അല്ലെ? ഒരു വലിയ മനുഷ്യൻ, ഒരു നബി ആയതിന്റെ ശേഷം ഒരാൾ സംസാരിക്കുന്ന സംസാരം ചോര പൈതലായ ഈ ഈസാ നബി അങ്ങ് സംസാരിക്കുമ്പോ പിന്നെ ജനങ്ങൾ സമ്മതിക്കൂലേ? കഴിഞ്ഞില്ല. വബറൻ ബിവാലിദതി, എന്റെ മാതാവിന് ഗുണം ചെയ്യാനുമാണ് അല്ലാഹു എന്നെ പറഞ്ഞയച്ചത്. അല്ലാഹു എന്നെ പറഞ്ഞയച്ചത് എന്റെ മാതാവിന് ഗുണം ചെയ്യാനുമാണ്. ഇതിന്റെ തൊട്ടു മുമ്പ് സൂറത്ത് മറിയമിൽ ഇത് പറയുന്നത്, ഇത് 307-ാമത്തെ പേജിലാണ്. 306-ാമത്തെ പേജ് ഇങ്ങോട്ട് മറിച്ചാല് അവിടെ സക്കരിയ നബി അലൈഹി സ്വലാമിന്റെ മകൻ യഹ്യാ നബിയെ കുറിച്ച് പരാമർശിക്കുന്നു. ആ യഹ്യാ നബി പറഞ്ഞതെന്താ? യഹ്യാ നബിയെ പറ്റി അല്ലാഹ് പറയുന്നു, വബറൻ ബിവാലിദൈഹി, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്ന കുട്ടിയുമാണ് ഈ കുട്ടി. ചെറുപ്രായത്തിൽ തന്നെ യഹ്യാ നബിയെ പറ്റി അല്ലാഹു പറഞ്ഞു. സക്കരിയ നബി അലൈഹി സ്വലാമിന്റെ മകനെ പറ്റി മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്ന കുട്ടി. ഇവിടെ ബഹുമാനപ്പെട്ട ഈസാ നബി സംസാരിച്ചപ്പോ എന്താ പറഞ്ഞത്? എന്റെ മാതാവിന് ഗുണം ചെയ്യാൻ അല്ലാഹ് പറഞ്ഞു. കാരണം എനിക്ക് വാപ്പല്ല, വാപ്പാനോട് കടപ്പാടുമില്ല, എനിക്ക് ഉമ്മ മാത്രമേ ഉള്ളൂ. കണ്ടാ കുട്ടി പറയുന്നത്? ഞാൻ വാപ്പാനെ തരേണ്ട കാര്യമല്ല, വാപ്പല്ലാതെ ഉണ്ടാക്കിയതാ പടച്ചോൻ എന്നെ.
അതുകൊണ്ട് എനിക്ക് ഉമ്മാനോടേ കടപ്പാടുള്ളൂ. വബർറം ബി വാലിദതി. യഹ്യാ നബി അലൈഹിസ്സലാം അങ്ങനെയല്ല, സക്കരിയ നബി അലൈഹിസ്സലാമിന്റെയും ഭാര്യയുടെയും മകനാണ്. അതുകൊണ്ട് അല്ലാഹു തആല രണ്ടാളോടും കടപ്പാട് പറഞ്ഞു. കണ്ടോ, വബർറം ബി വാലിദതി വലം യജഅൽനി ജബ്ബാറൻ ശഖിയ. അല്ലാഹ് എന്നെ പരാജിതനാക്കിയിട്ടില്ല, അല്ലാഹ് എന്നെ പോക്കിരിയാക്കിയിട്ടില്ല. ഞാൻ നല്ല സ്നേഹമുള്ളവനായിരിക്കും. ഈസാ നബി അലൈഹി സ്വലാമിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത ഏതായിരുന്നു അല്ലെ? ബൈബിളിലടക്കം ഇത് നമുക്ക് കാണാൻ കഴിയും. ഒരു മുഖത്തടിച്ച അടുത്ത മുഖവും കൂടെ കാണിച്ചു കൊടുക്കും. സഹിഷ്ണുത, സ്നേഹവും സഹിഷ്ണുതയും സമാധാനവും ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമിന്റെ വലിയ ഒരടയാളമായിരുന്നു. ഏതുപോലെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഗുണങ്ങളുടെ എല്ലാമായിരുന്നത് പോലെ വസ്സലാമു അലയ്യ യൗമ വുലിദതു വയൗമ അമൂതു വയൗമ ഉബ്അസു ഹയ്യാ. ഇനി ഒരു കാര്യം പറയട്ടെ, ഞാനൊരു ചില്ലറക്കാരനാണെന്ന് കരുതണ്ട. കുട്ടി പറയാണ്, വസ്സലാമു അലയ്യ, എനിക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ട്, എന്റെ മേലിൽ അല്ലാഹുവിന്റെ രക്ഷയുണ്ട്. യൗമ വുലിദതു, യൗമ വുലിദതു, എന്റെ ബർത്ത്ഡേയിൽ, എന്റെ ജനന തീയതി എന്നാണോ, ഞാൻ ജനിച്ച നാളിൽ എനിക്ക് അല്ലാഹുവിന്റെ സലാമത്തുണ്ട്. വയൗമ അമൂതു, ഞാൻ മരിക്കുമ്പോഴും അല്ലാഹുവിന്റെ സലാം എനിക്കുണ്ട്. വയൗമ ഉബ്അസു ഹയ്യ, രണ്ടാമത് എന്നെ ജീവനോടെ പുനരുദ്ധാനം നൽകപ്പെടുമ്പോഴും എനിക്ക് അല്ലാഹുവിന്റെ സലാമത്തുണ്ടാവും. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ വിജയം, ഒരു മനുഷ്യന്റെ വിജയം 3 ദിവസങ്ങൾ സലാമത്താണെങ്കിൽ അവൻ രക്ഷപ്പെട്ടു. ജനിക്കുന്ന അന്നും മരിക്കുന്ന അന്നും പുനരുത്ഥാന ദിവസത്തിൽ ഒരു മനുഷ്യൻ സലാമത്തുള്ളവനാണെങ്കിൽ പിന്നെ അവനെന്ത് പേടിക്കാനാണ്? മനുഷ്യ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട 3 ടേണിംഗ് പോയിന്റുകളാണ് ജന്മദിവസം, മരണദിവസം, പുനരുത്ഥാനം. ഇതിലേതിൽ ബേജാറായാലും ബേജാറ് തന്നെയാണ്. ജന്മനാളില് സലാമത്തൊന്നും ഇല്ലാതെയാ ജനിച്ചതെങ്കിലും മരിക്കുമ്പോ സലാമത്തോടുകൂടെ മരിക്കാൻ പറ്റുമോ നോക്കാം. ചിലർക്ക് അല്ലാഹു അങ്ങനെ തൗഫീഖ് കൊടുക്കും. പക്ഷെ 3 ദിവസവും നന്നായ ആ മനുഷ്യനൊന്നും ബേജാറാവാനില്ല. ജനിക്കുമ്പോഴും അൽഹംദുലില്ലാ, മരിക്കുമ്പോഴും അൽഹംദുലില്ലാ, പുനരുത്ഥാന നാളിലും അൽഹംദുലില്ലാ. അല്ലാഹു അക്കൂട്ടത്തിൽ നമ്മളെ പെടുത്തി തരട്ടെ. അല്ലെ, നല്ല മൗത്ത്, നല്ല ബഅസും. ജന്മം കഴിഞ്ഞുപോയി, ഇനി നല്ല ബഅസും നല്ല മൗത്തും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകട്ടെ, അല്ലാഹു നൽകട്ടെ. വസ്സലാമു അലയ്യ യൗമ വുലിദതു വയൗമ അമൂതു വയൗമ ഉബ്അസു ഹയ്യാ. ജന്മദിനം പരിഗണിക്കപ്പെടേണ്ടതാണ്, ജന്മദിനം പരിഗണിക്കപ്പെടേണ്ടതാണ്, മരണദിനം പരിഗണിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ട് ജന്മദിനാഘോഷവും അതുപോലെ തന്നെ ആണ്ടുകളുമൊക്കെ കഴിക്കുന്നത് പരിഗണിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്നിതിൽ സൂചനയുണ്ട്. പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. വസ്സലാമു അലയ്യ യൗമ വുലിദതു വയൗമ അമൂതു വയൗമ ഉബ്അസു ഹയ്യാ. ഇത്രയും ലോങ് സെന്റൻസ് പറഞ്ഞ ബഹുമാനപ്പെട്ട ഈസാ നബിയുടെ ഈ അവതരണം അങ്ങ് പറഞ്ഞിട്ട് അല്ലാഹ് പറഞ്ഞു, ദാലിക ഈസ ഇബ്നു മറിയം, അതാണ് മറിയമിന്റെ മകൻ ഈസാ, ഇതാണ് മറിയമിന്റെ മകൻ ഈസാ. ഖൗലൽ ഹഖ്ഖില്ലദീ ഫീഹി യംതറൂൻ. ജനങ്ങൾ ആ ഈസയുടെ കാര്യത്തിൽ പലതരത്തിലുള്ള ആശങ്കകളും സംശയങ്ങളും ഒക്കെ പ്രകടിപ്പിക്കുകയാണ്. ചിലര് പറയും ദൈവമാ, ദൈവപുത്രനാ, ദൈവത്തിന്റെ അവതാരമാണ്, പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈസാ നബിക്ക് വാപ്പയുണ്ട് ഇല്ല, ഈസാ നബി ഇപ്പോഴും ഹയാത്തുണ്ട് ഇല്ല, ഇങ്ങനെയൊക്കെ തർക്കങ്ങൾ നടക്കുന്നു. ഈസാ നബിക്ക് ഇപ്പോഴും ഹയാത്തുണ്ട്, ഇപ്പോഴും ഹയാത്തുണ്ട് അല്ലെ? ഖിയാമത്ത് നാളിന്റെ അതിനോടനുബന്ധിച്ചാണ് ഈസാ നബി അലൈഹി സ്വലാം സ്വാഭാവിക മരണത്തിലേക്ക് വരുന്നത്. അങ്ങനെ ഈസാ നബി അലൈഹി സ്വലാം മരിച്ചതിന് ശേഷം വീണ്ടും അല്ലാഹു തആല ഹയാത്താക്കും. ഈസാ നബി അലൈഹി സ്വലാം ഇന്നും ആകാശലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ, അത് വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ. ഏതാവട്ടെ, അവിടെയൊക്കെ കുറെ സംഗതികൾ പറയാനുണ്ട്. ഈസാ നബി അലൈഹിസ്സലാം എന്ന പ്രവാചകൻ
ആകാശത്ത് ജീവിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങളിലുള്ള ആളുകള്, മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾ തന്നെ, അവർ ചിലപ്പോ ചോദിക്കാറുണ്ട്, എന്ത് 32 കിലോമീറ്റർ മുകളിലേക്ക് മാത്രമേ ഓക്സിജൻ ഉള്ളൂ, ജീവവായു ഉള്ളൂ, അതിന്റെ അപ്പുറത്തേക്ക് ജീവവായു ഇല്ല. 32 കിലോമീറ്റർ തന്നെ മനുഷ്യന് സഞ്ചരിക്കാൻ പറ്റുമോ? ഇല്ല. 14 കിലോമീറ്റർ, 14.5 കിലോമീറ്റർ വരെ പരമാവധി ഒരു മനുഷ്യന് പോകാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ കരക്കത്ത് പിടിച്ചിട്ട മത്സ്യം പിടക്കും പോലെ പിടക്കും, ശ്വാസം കിട്ടാതെ മുകളിലോട്ട് പോയാൽ. ഇതാണ് പറയുന്നത്. പിന്നെ എങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജ് നടത്തി, ആകാശത്ത് പോയി, 7 ആകാശങ്ങളിൽ പോയി തിരിച്ചു വന്നു എന്ന് പറയാ? എന്താണ് സുന്നി മുസ്ലിയാക്കന്മാർ ഈ പറയുന്നത്? ഇതൊന്നും വിശ്വസിക്കാൻ ഞങ്ങളെ കിട്ടൂല എന്ന് പറയുന്നവരുണ്ട്. അവരപ്പുറത്ത് വിശ്വസിക്കുന്നു ആദം നബി ആകാശത്ത് ജീവിക്കുകയാണെന്നും. മനസ്സിലാക്കണം, ആദം നബി അലൈഹി സ്വലാം ആകാശത്ത് ജീവിക്കുകയാണെന്ന് വിശ്വസിക്കുന്നവരാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈസാ നബിയേക്കാൾ ആദം നബി അല്ല, ഈസാ നബി അലൈഹി സ്വലാം, ഈസാ നബി അലൈഹി സ്വലാം ആകാശത്ത് ജീവിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. എവിടെ നിന്നാണാവോ ഈസാ നബി അലൈഹി സ്വലാമിന് ഓക്സിജൻ കിട്ടുന്നത്? ഇത് വിശ്വസിക്കുന്നവർക്ക് എന്തേ ആ ഈസാ നബിയേക്കാൾ മഹത്വമുള്ള മുത്തുനബിക്ക് ഒരല്പനേരം അല്ലാഹു തആല ആകാശത്ത് മുത്തുനബിയെ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നു എന്ന് വിശ്വസിക്കാൻ ഒരു പ്രയാസം നമുക്ക് മനസ്സിലാകുന്നില്ല. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും കാലുകുത്തിയ സ്ഥലത്ത് ബർക്കത്തുണ്ട്. ഈസാ നബി പറഞ്ഞു, ഞാൻ എവിടെ ഉണ്ടോ അവിടെ ബർക്കത്തുണ്ടാവും, പിന്നെ മുത്തുനബി ഉള്ളോടത്ത് ഉണ്ടാവൂലേ? അതുകൊണ്ടല്ലേ അള്ളാഹു മക്കയുടെ മഹത്വം പറയുന്ന സമയത്ത് അല്ലാഹ് പറഞ്ഞതെന്താ? ലാ ഉഖ്സിമു ബിഹാദൽ ബലദി വ അൻത ഹില്ലും ബിഹാദൽ ബലദ്. നബിയേ, ഈ പുണ്യമായ മക്ക എന്ന ഭൂമിയെ പിടിച്ച് ഞാൻ സത്യം ചെയ്തു പറയുന്നു. എന്താണ് മക്കയെ പിടിച്ച് സത്യം ചെയ്യാൻ കാരണം? എന്താ മക്കയുടെ മഹത്വം? വ അൻത ഹില്ലും ബിഹാദൽ ബലദ്, തങ്ങള് ചവിട്ടി നടന്ന മണ്ണാണിത്. വ അൻത ഹില്ലും ബിഹാദൽ ബലദ്, തങ്ങൾ ഇറങ്ങി നടന്ന മണ്ണാണിത്. അതാണ് അതിന്റെ അർത്ഥം. ഇമാം ബൈളാവി, നേരത്തെ ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദ്, എത്ര വലിയ ആലിമാണ് അല്ലേ? ഒരുപാട് ശിഷ്യന്മാരുള്ള ധാരാളം കിതാബുകളുടെ പേജ് നമ്പർ സഹിതം അങ്ങനെ പറയും. എന്ത് ചോദിച്ചാലും എന്തൊരു പരന്ന വായനയാണ്. വളരെ ചെറുപ്പത്തിൽ വായിച്ചു വെച്ചതാ, പക്ഷെ ഇപ്പോഴും വലിയ ഓർമ്മയാ. അത്ഭുതപ്പെട്ടു ഉസ്താദിന്റെ ഓർമ്മ കണ്ടാൽ. ഇന്ന ഭാഗത്ത് ഇന്ന എന്ത് ചോദിച്ചാലും ഇന്ന സ്ഥലത്ത് ഇന്ന ഇമാമ് ഇന്ന രൂപത്തിൽ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും. അള്ളാഹു ഒരുപാട് കാലം ആ തണലൊക്കെ നമുക്ക് നീട്ടി തരട്ടെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ആലിമീങ്ങൾക്ക് മുഴുവനും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഉസ്താദ് പറഞ്ഞു, തഫ്സീറുകളുടെ കൂട്ടത്തിൽ അത്ഭുതകരമായ തഫ്സീറാണ് ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീർ ആണ്. ഒരുപാട് അത്ഭുതങ്ങൾ ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീറുകളിൽ കാണാൻ കഴിയും. വലിയ ബുദ്ധിയുടെ ഉടമയായിരുന്നു. ബുദ്ധിപരമായ ഒരുപാട് തഫ്സീറുകൾ, പ്രമാണങ്ങൾക്കെതിരല്ലാതെ ബുദ്ധിപരമായി പറഞ്ഞ തഫ്സീറുകൾ കാണുമ്പോൾ നമ്മൾ അന്തം വിട്ടുപോകും. അത്തരത്തിലുള്ള കുറെ തഫ്സീറുകളുണ്ട്. ആകാശയാത്രയുടെ സാധ്യതകളൊക്കെ ഇമാം ബൈളാവി അന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഏത് മനുഷ്യൻ ആകാശത്തേക്ക് പോകാൻ പറ്റുന്ന ഇമാം ബൈളാവി തങ്ങൾ അന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഖുർആനിന്റെ തഫ്സീറുകൾ. ഞാനത് കണ്ടപ്പോ അത്ഭുതപ്പെട്ടു പോയി. എന്തായി പറയുന്നത്? ആകാശത്ത് മനുഷ്യന് സഞ്ചരിക്കാൻ പറ്റും, അതിനൊക്കെ ഉപകാരപ്രദമായ രൂപത്തിൽ, അതിനൊക്കെ ഉപയോഗപ്പെടുന്ന രൂപത്തിലുള്ള യന്ത്രങ്ങളും ഉപകരണങ്ങളും ഒക്കെ കണ്ടെത്തും എന്നൊക്കെ മഹാനവറുകൾ അന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ബഹുമാനപ്പെട്ട ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു വ അൻത ഹില്ലും ബിഹാദൽ ബലദ്, ഇതിന് പല തഫ്സീറുകളും ഉണ്ട്. അതിൽ ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു കൊടുക്കുന്ന അർത്ഥം വ അൻത നാസിലും ബിഹാദൽ ബലദ്, നബിയെ തങ്ങള് ഹല്ല യഹില്ലു എന്ന് അറബി പറഞ്ഞ ഇറങ്ങുക എന്ന അതിന്റെ അർത്ഥം. വ അൻത ഹില്ലും ബിഹാദൽ ബലദ്, നബിയെ തങ്ങള് ഈ മണ്ണിൽ ഇറങ്ങി നടന്നിട്ടുണ്ടെങ്കിൽ തങ്ങളെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ മണ്ണാണ് മക്കയെങ്കില് ഈ മക്കയെ പിടിച്ച് ഞാൻ എങ്ങനെ സത്യം ചെയ്യാതിരിക്കും തങ്ങളെ? എങ്ങനെ സത്യം ചെയ്യാതിരിക്കും തങ്ങളെ? റസൂലുള്ളാന്റെ കാൽപാദം തട്ടിയ സ്ഥലത്തിന് ബർക്കത്തുണ്ട്. അങ്ങനെ ഭൂമി റസൂലുള്ളാന്റെ കാൽപാദം തട്ടിയത് കൊണ്ട് മക്കൾക്ക് ബർക്കത്തുണ്ടായി, ഭൂമിക്ക് ബർക്കത്തുണ്ടായി, ആകാശം കരഞ്ഞു. അല്ലെ, മദീനക്കോ മക്കൾക്കോ മഹത്വം എന്ന് ചോദിക്കുമ്പോഴും പണ്ഡിതന്മാരിങ്ങനെ ആടുന്നത് എന്തുകൊണ്ടാണെന്നറിയാം? ഈ ഒരു വിഷയത്തിൽ തീരുമാനം പറയാൻ പറ്റാത്തത് കൊണ്ടാണ്.
നബി തങ്ങൾ ജനിച്ചതും വളർന്നതും എവിടെയാ? മക്കത്താണ്. 53 കൊല്ലം മുത്തുനബിയുടെ പുണ്യ ശരീരം താങ്ങി നിർത്തിയത്, അതെടുത്ത് ചുമന്ന് നടന്നത് മക്ക എന്ന പുണ്യഭൂമിയാണ്. 53 വയസ്സ്, 53ാമത്തെ വയസ്സിലാണ് മദീനയിലേക്ക് പോയത്. അവിടെ 10 കൊല്ലം താമസിച്ചു. പിന്നെ കാലാകാലത്തേക്ക് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പുണ്യ ശരീരത്തെ ഉമ്മ വെച്ചിട്ട് കിടന്നുറങ്ങുകയാണ്, അല്ലെ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മ വെച്ചിട്ട് കൂട്ടിപ്പിടിച്ചുറങ്ങുകയാണ് മദീനയിലെ മണ്ണ്. ഏതിനാ മഹത്വം പറയേണ്ടത്? ഇങ്ങനെ കുടുങ്ങിപ്പോവുകയാണ് അവര്. ഏതായാലും പണ്ഡിതന്മാരുടെ ഇതിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ്, അള്ളാന്റെ റസൂല് കിടക്കുന്ന ഖബറില്ലേ, ആ ഖബർ സ്ഥിതി ചെയ്യുന്ന മണ്ണാണ് കഅബ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിനേക്കാളേറെ മഹത്വം. പണ്ഡിതന്മാർക്കിടയിൽ ഖിലാഫില്ല, എതിരഭിപ്രായമില്ല. പണ്ഡിതന്മാർക്ക് ആ വിഷയത്തിൽ ഖിലാഫില്ല. ഏതെങ്കിലുമൊക്കെ ഏഴാംകൂലികൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞേക്കാം, അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. ആലിമീങ്ങൾക്ക് ആ കാര്യത്തിൽ തർക്കമില്ലാന്ന് കിതാബുകളിൽ മഹാന്മാർ എഴുതി വെച്ച ബിത്തിഫാഖിൽ ഉലമാ, പണ്ഡിതന്മാർ ഇത്തിഫാഖാണ് ഈ കാര്യത്തിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്ന റൗള എന്ന് നമ്മളെ പ്രയോഗത്തിൽ പറയുന്നതാണ് ഹുജ്റത്തു ശരീഫ. ഹുജ്റത്തു ശരീഫ റൗള എന്ന് പറയുന്നത് ശരിക്ക് മാബൈന ഖബരി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്ന ആ സ്ഥലത്തിനാണ് റൗള എന്ന് പറയാം. ചിലപ്പോ അങ്ങനെ പ്രയോഗത്തിൽ സാധാരണക്കാരൊക്കെ റൗള ഷരീഫ് എന്ന് പറഞ്ഞാൽ അത് ഖബർ ഷരീഫിന്റെ ഭാഗത്തേക്കാ പറയാറുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹുജ്റത്തു ശരീഫ ഖബർ സ്ഥിതി ചെയ്യുന്ന ഭൂമിയാണ് ഈ ഭൂമി ലോകത്ത് ഏറ്റവും മഹത്വമുള്ള ഭൂമി, സംശയമല്ല. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇങ്ങനെ ഭൂമിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട്, ഹബീബിന്റെ സാന്നിധ്യം കൊണ്ട് ഈ മഹത്വമൊക്കെ കിട്ടിയപ്പോൾ മഹാന്മാര് പറയുന്നു, ആകാശം കരഞ്ഞു 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 യാചിച്ചു പടച്ചോനോട്, പടച്ചോനെ ഈ പുണ്യ ഹബീബിനെ ഞങ്ങൾക്കും ഒരു നേരെങ്കിലും ഒന്ന് വിട്ടുതരണം. അങ്ങനെയാണ് അള്ളാഹു മേറാജ് നടത്തിയത്. ആ സങ്കടം തീർക്കാൻ അള്ളാഹു മേറാജ് നടത്തിച്ചു. വാനലോകത്ത് കുറച്ച് സമയമെങ്കിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എത്തിച്ചു. ആകാശത്തിന്റെ സങ്കടവും തീർത്തു കൊടുത്തു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത്, എന്നിട്ട് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ ആകാശത്ത് പോകുക എന്ന് ചോദിക്കുക. ആദം നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹ് പടച്ചത് ആകാശത്താണ്. മലായിക്കത്തിന്റെ ഇടയിൽ ആദം നബി അലൈഹി ഇസ്ലാമിനെ ഇരുത്തിയിട്ട് മലായിക്കത്തിനെയും ആദം നബിയെ ഇരുത്തിയിട്ട് വിജ്ഞാന ടെസ്റ്റ് നടത്തി. അത് വാനലോകത്തു നിന്നായിരുന്നു. ഇല്ല എന്ന് പറയാൻ ആർക്കെങ്കിലും പറ്റുമോ? ഇതൊക്കെ നടന്നത് അർശിന്റെ ചുവട്ടിൽ വെച്ചാ. വാനലോകത്ത് വെച്ച് ഈ പണിയൊക്കെ നടന്നിട്ട് ആ വല്യാപ്പക്ക് വാനലോകത്ത് ജീവിക്കാൻ പറ്റും, വല്യാപ്പയുടെ പേരക്കുട്ടികളിൽ ഈസാ നബിക്ക് ജീവിക്കാൻ പറ്റും. എങ്കില് ആ വല്യാപ്പ അടക്കം ഉണ്ടാകാൻ കാരണക്കാരനായ ഈ പേരക്കുട്ടി മുത്തുനബിക്ക് മാത്രം ആകാശത്തൊരു സമയം ജീവിക്കാൻ, അല്പസമയം ജീവിക്കാൻ പറ്റില്ല, അപ്പോഴേക്ക് ശ്വാസം മുട്ടി മരിക്കും എന്ന് പറയുന്നവൻ ഇന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഖദീർ എന്ന വിശുദ്ധ ഖുർആനിലെ വചനത്തെ നിഷേധിക്കുന്നവനാണ്. സംശയിക്കണ്ട, പടച്ച റബ്ബിന്റെ കഴിവിൽ സംശയിക്കുന്നവനാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മധുഹും കൂടെ കൂട്ടത്തിൽ വരട്ടെ എന്ന് കരുതിയിട്ട് കുറച്ച് പറഞ്ഞതാ. പറഞ്ഞപ്പോ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോ പറഞ്ഞതാ, വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. അല്ലാഹുവിനെ എല്ലാ തരത്തിലുമുള്ള സൃഷ്ടികർമ്മങ്ങൾ അറിയാം. വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. ഇനി ഏതാണ്? പെണ്ണിന്റെ സാന്നിധ്യമല്ലാതെ, ആണിന്റെ സാന്നിധ്യമല്ലാതെ പെണ്ണിൽ നിന്ന് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചതിന് ഉദാഹരണമാണ്, സൃഷ്ടികർമ്മം നടത്തിയതിന് ഉദാഹരണമാണ് ഈസാ അലൈഹി ഇസ്ലാം എന്ന് പറഞ്ഞു. ഇനി അതാ ആണും പെണ്ണും ചേർന്നിട്ട് അവർ രണ്ടുപേരും സംഗമിച്ചിട്ട് മക്കൾ ഉണ്ടാകുന്ന രീതി, അതാണ് മറ്റുള്ളവരുടെ മുഴുവൻ കാര്യത്തിലും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കാണിച്ച സമീപനം, ശൈലി അതാണ്. അതാണ് ശേഷം പറഞ്ഞത് വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ. എന്നിട്ട് പിന്നെ ആ ആദമും ഹവ്വായും കൂടിച്ചേർന്നപ്പോൾ, ആണും പെണ്ണും കൂടിച്ചേർന്നപ്പോൾ ഒരുപാട് ആണുങ്ങളും പെണ്ണുങ്ങളും അല്ലാഹു ഈ ഭൂമിയിൽ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും വിന്യസിപ്പിച്ചു. വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ. ഈ റബ്ബിനാണോ നാളെ പുനരുത്ഥാനം കഴിയൂല നിങ്ങൾ വിചാരിച്ചത്? എങ്ങനെയുണ്ട്? സൂറത്ത് യാസീനിന്റെ അവസാനത്തെ ആ ഭാഗം ഒന്ന് നോക്ക്. അലമൻ യുഹ്യിൽ ഇളാമ വഹിയ റമീം. നുരുമ്പിപ്പോയ എല്ലുകളെ രണ്ടാമത് ഹയാത്താക്കുക ആരാന്ന് ചോദിച്ച് ഇവർ അത്ഭുതപ്പെടുന്നുവെങ്കിൽ ഖുൽ നബിയെ തങ്ങൾ പറയണം, എന്താ ഇതിൽ ഇത്ര വലിയ അത്ഭുതം? യുഹ്യീഹാ,
ആ നുരുമ്പിപ്പോയ എല്ലുകളെ രണ്ടാമത് ഹയാത്താക്കും. അല്ലദീ അൻശഅഹാ അവ്വല മറ, ആദ്യ തവണ ആ എല്ലുകളെ സൃഷ്ടിച്ചവൻ, ശുദ്ധശൂന്യതയിൽ നിന്നത് പടച്ചവൻ അതുണ്ടാക്കിക്കൊള്ളും. വഹുവ ബികുല്ലി ഖൽഖിൻ അലീം, അവൻ എല്ലാ തരത്തിലുമുള്ള സൃഷ്ടികർമ്മങ്ങൾ അറിയാം. ശുദ്ധശൂന്യതയിൽ നിന്നെങ്ങനെ പടക്കും, ആണിൽ നിന്ന് മാത്രം എങ്ങനെ പടക്കും, പെണ്ണിൽ നിന്ന് മാത്രം എങ്ങനെ പടക്കും, ആണും പെണ്ണും കൂടിയിട്ടെങ്ങനെ പടക്കും, എല്ലാം അവനറിയാം. എല്ലാറ്റിന്റെയും മോഡൽ അവൻ ഇവിടെ സമർപ്പിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നിങ്ങളെ പടച്ചത് നമ്മളാണെങ്കിൽ ഇപ്പറഞ്ഞ ഇതൊക്കെ നടക്കും കേട്ടോ. ഇനി അല്ലാഹു പറയുന്നു, ജീവിപ്പിക്കുന്നത് മാത്രമല്ല, നിങ്ങളെ ഉണ്ടാക്കിയത് മാത്രമല്ല, മരിപ്പിക്കുന്നതും ഞാനാണ്. ഒറ്റ കുട്ടിയും വിചാരിക്കണ്ട ഭൂമിയിൽ കുറെ കാലം ജീവിക്കുമ്പോ തുരുമ്പ് പറ്റിയിട്ട് അങ്ങ് നശിച്ചു പോവുകയാണ് എന്ന് തോന്നണ്ട. ഏത് അങ്ങനെയാണെങ്കിൽ എല്ലാ മനുഷ്യരും ഒരു പ്രത്യേക കാലയളവ് വരെ കിടക്കണം. ഇല്ല, ചിലരും ജനിച്ചെന്ന് മരിക്കുന്നു, ചിലർ 5-ാം വയസ്സിൽ മരിക്കുന്നു, ചിലർ 10-ൽ മരിക്കുന്നു, ചിലർ 30-ൽ മരിക്കുന്നു. അല്ലേ? വളരെ ചെറിയ ചെറിയ പ്രായത്തില് നമ്മുടെ പ്രിയപ്പെട്ട ആബിദ് എത്ര ചെറുപ്രായത്തിലാ മരണപ്പെട്ടത്. ആബിദിന് എത്ര വയസ്സുണ്ടായത്? 32 വയസ്സ്. 32 വയസ്സിലാണ് ആബിദ് നമ്മെ വിട്ടുപിരിഞ്ഞത്. അല്ലാഹുവേ, ഞങ്ങളെ കൂട്ടുകാരന്റെ ദറജ നീ ഉയർത്തണേ അല്ലാ. ആ കൂട്ടുകാരന്റെ കുടുംബത്തിന് നീ ക്ഷമ പ്രദാനം ചെയ്യണേ അല്ലാ. ക്ഷമ പ്രദാനം ചെയ്യണേ അല്ലാ. റഹ്മുർ-റഹീമായ റബ്ബേ, നീ ക്ഷമ പ്രദാനം ചെയ്യണേ അല്ലാ. പടച്ചോനെ, ആ കുടുംബത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. എല്ലാ വിധത്തിലുമുള്ള സന്തോഷം നീ ആ കുടുംബത്തിന് നൽകണേ അല്ലാ. ആ മക്കൾക്ക് നൽകണേ അല്ലാ. നോക്ക്, നിങ്ങള് 60 വരെ കിടക്കുന്നവരുണ്ട്, 70-ഉം 80-ഉം കഴിഞ്ഞിട്ട് മരിക്കുന്നവരുണ്ട്, 100-ഉം കഴിഞ്ഞ് പിന്നെയും മുന്നോട്ട് പോകുന്നവരുണ്ട്. പല രൂപത്തിലാണ്. കാരണമില്ലാതെ പെട്ടെന്നങ്ങ് മരിക്കുന്നു, കാരണമൊന്നും അറിയില്ല. രോഗമായി എത്രയോ കാലം കിടന്നിട്ട് മരിക്കുന്നു. അല്ലേ? എത്രയോ വട്ടം മരിക്കും എന്ന് നമ്മൾ വിധിയെഴുതുന്ന അപകടത്തിൽ കുടുങ്ങിയിട്ടും അയാൾ ജീവിക്കുന്നു. നമ്മൾ ഒരിക്കലും മരിക്കൂലാന്ന് വിധി എഴുതി കേവലം കല്ല് തടഞ്ഞു വീണതാണ് ആള് മരിക്കുന്നു. എന്താ കാരണം? അല്ലാഹ് പറയുന്നു, നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത്ത്. അടുത്ത ആയത്തതാണ്, നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത്ത്. നിങ്ങൾക്കിടയിൽ മരണത്തെ കണക്കാക്കിയത് നമ്മളാണ്. നിങ്ങളെ മരിപ്പിക്കുന്നത് എന്നല്ല പറഞ്ഞത്, നിങ്ങൾക്കിടയിൽ മരണത്തെ കണക്കാക്കിയത് നമ്മളാണ്. എല്ലാവർക്കും ഒരുപോലെയല്ല മരണം അല്ലാഹ് കണക്കാക്കിയത്. നിങ്ങളുടെ മരണം, ആബിദിന്റെ മരണം അല്ലാഹ് കണക്കാക്കിയത് അങ്ങനെയാണ്. അത് ആബിദ് പോലും അറിഞ്ഞില്ല, നമ്മളാരും അറിഞ്ഞില്ല. അല്ലേ? അതിനാ സ്പോട്ടിലേക്ക് അങ്ങെത്തും. മരിക്കാൻ അള്ളാഹു എവിടെയാ തീരുമാനിച്ചത് അങ്ങോട്ട് നമ്മൾ എത്തും. എത്ര എത്തണ്ടാന്ന് കരുതിയാലും നമ്മൾ എത്തിയിരിക്കും. നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത, നിങ്ങൾക്കിടയിൽ മരണത്തെ കണക്കാക്കി തീരുമാനിച്ചത് നമ്മളാണ്. വമാ നഹ്നു ബിമസ്ബൂഖീൻ, നമ്മൾ തോറ്റു തരില്ല. അല്ലാഹ് പറയുന്നു, വമാ നഹ്നു ബിമസ്ബൂഖീൻ, എന്നെ തോൽപ്പിക്കാൻ നിങ്ങളെ കൊണ്ടാവില്ല. ഞാൻ ഇന്ന സമയത്ത് മരിക്കണം എന്നങ്ങ് തീരുമാനിച്ചാൽ നിങ്ങൾക്ക് എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. വമാ നഹ്നു ബിമസ്ബൂഖീൻ, എന്റെ തീരുമാനത്തെ മറികടക്കാൻ പറ്റുന്ന ഒരാളും ഒരു പോക്കിരിയും ദുനിയാവിലില്ല. ശരിയല്ലേ? എങ്ങനെ സമ്മതിക്കാതിരിക്കും? യുക്തിവാദിക്ക് വല്ല അഭിപ്രായം പറയാൻ പറ്റുമോ ഈ ആയത്തുകളിലൊക്കെ? ഇല്ല. അങ്ങനെയുള്ള വിഷയം അള്ളാഹു ഇവിടുന്ന് പറഞ്ഞുള്ളൂ. വെല്ലുവിളി സ്വരത്തിലാ സംസാരിക്കുന്നത്. വമാ നഹ്നു ബിമസ്ബൂഖീൻ, നമ്മളെ തോൽപ്പിക്കാൻ കഴിയില്ല. നമ്മളെ തീരുമാനം നടപ്പാക്കുന്നിടത്ത് നമ്മളെ തോൽപ്പിച്ച് നിങ്ങൾക്ക് മുന്നേറാൻ കഴിയില്ല. ഞാൻ തീരുമാനിക്കുന്നു, ഞാൻ നടപ്പാക്കുന്നു, എന്റെ തീരുമാനം നടപ്പാക്കുന്നതിൽ ഞാൻ വിജയിക്കും. വമാ നഹ്നു ബിമസ്ബൂഖീൻ, നമ്മൾ ഓവർടേക്ക് ചെയ്യപ്പെടുകയില്ല. നേരെ അതിന്റെ അർത്ഥമാണ്. ഞാൻ അതിന്റെ ഉദ്ദേശാർത്ഥാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. വിഷയത്തിൽ നമ്മൾ തോൽക്കൂല, നമ്മൾ ഓവർടേക്ക് ചെയ്യപ്പെടില്ല. എന്റെ തീരുമാനത്തെ മറികടക്കാൻ നിങ്ങൾക്ക് കഴിയില്ല.
ഞാൻ മസ്ബൂക്കാവൂല, ഞാൻ എപ്പോഴും സാബിഖായിരിക്കും. സാബിഖ് പറഞ്ഞാൽ ഞാൻ മുന്നിലായിരിക്കും, മസ്ബൂക്കാവുമ്പോ പിന്നിലാവും അല്ലേ? വേന്തിരിയല്ലോ മസ്ബൂക്ക്. ഇമാമും മസ്ബൂക്കും സാധാരണ പറയുന്നല്ലേ, പിന്തി തുടർന്ന ആൾക്കാ മസ്ബൂക്ക് എന്ന് പറയാം. എന്നെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റൂല. ഞാൻ തീരുമാനിച്ച സംഗതി ഞാൻ നടപ്പിലാക്കിയിരിക്കും. സുബ്ഹാനല്ലാഹ്. എങ്ങനെ മരിക്കണം, എപ്പോൾ മരിക്കണം, എവിടെ വെച്ച് മരിക്കണം, എത്രാമത്തെ വയസ്സിൽ മരിക്കണം, ഏതവസ്ഥയിൽ മരിക്കണം ഒക്കെ തീരുമാനിക്കുന്നത് ഞാനാണ്. നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത്ത് വമാ നഹ്നു ബിമസ്ബൂഖീൻ. എന്റെ ഈ തീരുമാനങ്ങളിലൊന്നും നിങ്ങൾക്ക് എന്നെ ഓവർടേക്ക് ചെയ്യാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട ഇമാം നസഫി തങ്ങൾ ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ എഴുതിയത് എന്താണെന്നറിയോ? ഫമിൻകും മൻ ഉംറുഹു മൻ ഖസീറുൻ ഉംറുഹു വതവീലുൻ ഉംറുഹു വമുതവസ്സിതുൻ ഉംറുഹു. അതുകൊണ്ട് തന്നെ നിങ്ങളെ കൂട്ടത്തിൽ ചെറിയ പ്രായക്കാരുണ്ട്, മധ്യപ്രായക്കാരുണ്ട്, വയസ്സായി മരിച്ചു കിട്ടിയെങ്കിലെന്ന് ആഗ്രഹിക്കുന്ന അങ്ങേയറ്റത്തെ പ്രായക്കാരുണ്ടാകും. അവശ്യമായ പ്രായത്തിലേക്ക് എത്തും. കാരണം എന്താ? ഇതെന്റെ തീരുമാനമാണ്. നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത്ത് വമാ നഹ്നു ബിമസ്ബൂഖീൻ. ഇമാം നസഫി തങ്ങൾ ഈ ആയത്തിന് ഇങ്ങനെ വ്യാഖ്യാനം എഴുതാൻ കാരണം എന്താ? സൂറത്തുൻ നഹ്ലിൽ മറ്റൊരായത്തുണ്ട്, അതൊന്നും കൂടെ വിശദമായി പറയുന്നുണ്ട്, ഒന്നും കൂടെ വ്യക്തമാണ് ആയത്ത്. അല്ലാഹു ഖലഖക്കും, അല്ലാഹുവാണ് നിങ്ങളെ പടച്ചത്. സുമ്മ യതവഫാക്കും, പിന്നെ നിങ്ങളെ അവൻ മരിപ്പിക്കും. നിങ്ങളെ പടച്ച അല്ലാഹു നിങ്ങളെ വഫാത്താക്കും, മരിപ്പിക്കും. വമിൻകും, അപ്പോൾ നിങ്ങളെ കൂട്ടത്തിൽ ഉണ്ടാകും മയ്യുറദ്ദു ഇലാ അർദലിൽ ഉമർ, പിച്ചും പേയും പറയുന്ന അവശമായ പ്രായത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നവരുണ്ടാകോ? എന്തിനാണ് അവശമായ പ്രായത്തിലേക്ക് 90 കഴിഞ്ഞ് ചെന്നിമൂത്ത് ഇങ്ങനെ കിടക്കുന്നത്? എന്തിനാ? അല്ലാഹു പറയുന്നു ലികൈലാ യഅലമ ബഅദ ഇൽമിൻ ശൈആ, എല്ലാം അറിഞ്ഞതിന് ശേഷം അവൻ IAS കാരനായിരുന്നു. എല്ലാ വിവരവും നേടിയതിന്റെ ശേഷം ലികൈലാ യഅലമ ബഅദ ഇൽമിൻ ശൈആ, എല്ലാം മനസ്സിലാക്കിയതിന്റെ ശേഷം ഒരു ചുക്കു അറിയാത്തവനാക്കാൻ വേണ്ടി തന്നെ, ഒരു ചുക്കു അറിയാത്തവനാക്കാൻ വേണ്ടി അല്ലാഹു തആല അങ്ങനെ അങ്ങോട്ട് നീട്ടിയിടും. പിന്നങ്ങനെ എന്ത് ചെയ്യും? കാഷ്ടിച്ച കാഷ്ടം തന്നെ വാരിത്തുന്നു, മൂത്രം എടുത്ത് കുടിക്കും. ഒന്നും ഒരു വകതിരിവുണ്ടാവൂല. എല്ലാം അറിയുന്ന വലിയ ഒരു മനുഷ്യൻ. അള്ളാഹു ആ പ്രായത്തിലേക്ക് നമ്മെ എത്തിക്കാതിരിക്കട്ടെ. അപൂർവം ചിലരങ്ങനെ ഉണ്ടാകും. റസൂലുള്ള എപ്പോഴും അഭയം തേടിയിരുന്നതാണ് എന്തിനെ തൊട്ട്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അർദലിൽ ഉമർ, അർദലുൽ ഉമറിനെ തൊട്ട്, അവശമായ പ്രായത്തെ തൊട്ട് എന്നെ കാക്കണേ റബ്ബേ. നബി തങ്ങൾ എപ്പോഴും ദുആ ചെയ്തിരുന്നു, പെട്ടെന്നുള്ള മരണത്തെ തൊട്ടും കാക്കണേ, അവശമായ പ്രായത്തിലേക്ക് എത്തിക്കുന്നതും കാക്കണേ. കാരണം എന്താ? അവശമായ പ്രായത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളെ നോക്കുക എന്ന് പറഞ്ഞാൽ വലിയ കഷ്ടം. ഒന്ന്, നമ്മൾ കഷ്ടപ്പെടും, കുടുംബം നമ്മളെ നോക്കി മടുക്കും ചെയ്യും. എത്ര ചക്കരയാണെങ്കിലും ശരി, കുറച്ചാട് കിടന്നാൽ എല്ലാവർക്കും മടുക്കും. ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നു, ചെറുവാടിയിൽ വെച്ച് മുമ്പ് ഞാൻ പ്രസംഗിക്കുമ്പോ വെറുതെ ആ സദസ്സിൽ വെച്ച് ഇങ്ങനെ എന്തോ ഒരു വിഷയം കടന്നു വന്നപ്പോ ഞാൻ പറഞ്ഞു, പടച്ചോനെ പെട്ടെന്ന് ഞങ്ങളെ മരിപ്പിക്കരുത്. എന്നാൽ കുടുംബത്തിന് വെറുക്കുന്ന രൂപത്തിൽ ഞങ്ങളെ നീട്ടിയിട്ട് കാഷ്ടവും മൂത്രവും എടുത്ത് മൂക്ക് പൊത്തി സഹിച്ച് എന്നാണാവോ വാപ്പാന്റെ ശ്വാസം ഒന്ന് എണ്ണം തീർന്നു കിട്ടുക എന്ന് ചിന്തിക്കുന്ന ഉമ്മയൊന്ന് തീർന്നു കിട്ടുക എന്നാലോചിക്കുന്ന മട്ടിലേക്ക് ഞങ്ങളെ എത്തിക്കരുത് റബ്ബേ. ഞങ്ങളെ 2 ആഴ്ച, എന്നാ പെട്ടെന്ന് മരിപ്പിക്കും ചെയ്യരുത്. ഒരു 2 ആഴ്ച ഞങ്ങൾക്ക് തൗബയൊക്കെ ചെയ്യാൻ, പൊരുത്തപ്പെടിപ്പിക്കാനുള്ളവരോട് പൊരുത്തപ്പെടിപ്പിക്കാൻ, മരണത്തിന് വേണ്ടി ഒരുങ്ങാനൊക്കെ ഉള്ള ഒരു 15 ദിവസം, ഒരു 2 ആഴ്ചയെങ്കിലും കിടക്കാനുള്ള ഭാഗ്യവും തരണം എന്ന് പറഞ്ഞ് ദുആ ചെയ്തു. അന്ന് ഭക്ഷണം കഴിക്കാൻ പോയ വീട്ടുകാരൻ ഭക്ഷണമൊക്കെ കഴിച്ചു പോരുമ്പോ എന്നോട് സ്വകാര്യമായിട്ട് പറഞ്ഞു, ഉസ്താദ് ആ നടത്തിയ പ്രാർത്ഥന എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു, പക്ഷെ ഒരു ചെറിയ എഡിറ്റ് അതിലുണ്ട്. എന്റെ കാര്യത്തിൽ ഉസ്താദ് ആ 2 ആഴ്ചയും വേണ്ട, 2 ദിവസം മതിയാണ്. ഞാൻ ചോദിച്ചു എന്തേന്ന് വെച്ചു. 2 ആഴ്ചയൊക്കെ കിടന്ന് എന്റെ പെമ്പറന്നോത്തിക്ക് ഉസ്താദ് എന്നെ വെറുക്കും, ഉറപ്പാ. അവൾ എന്നെ നോക്കൂല. ഇയാൾ പറയാം, ഇയാൾ തമാശ പറഞ്ഞതാണെങ്കിലും കാര്യം പറഞ്ഞതാണെങ്കിലും അതിനകത്ത് വലിയ കാര്യങ്ങളുണ്ട്, അല്ലേ? കാര്യങ്ങളുണ്ട്. കാരണം മനുഷ്യന്റെ ഹാലതാണ്. എത്ര സ്നേഹമുള്ള കുടുംബാണെങ്കിലും ശരി, നോക്കിയാ മടുക്കും.
നേരെ മറിച്ച് നല്ല നിലക്ക് വാപ്പയോട് പോയാലോ ആ സങ്കടം അങ്ങനെ പറയും. നോക്കാൻ കഴിയാത്ത സങ്കടം അങ്ങനെ പറഞ്ഞു കേട്ടാ വിചാരിച്ചു വാപ്പെങ്ങാനും കിടക്കുകയാണെങ്കിൽ മൂപ്പര് നോക്കിയിട്ട് പൊരുത്തങ്ങോട്ട് വാങ്ങും തോന്നിപ്പോ. വാപ്പ കിടന്നു നോക്കണ്ടേ ഹാലറിയണമെങ്കിൽ. അള്ളാഹു നമുക്കൊക്കെ അങ്ങനെ കുറച്ച് കിടന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 10-15 ദിവസമൊക്കെ കിടക്കുന്നത് നല്ലതാണ്. അതുകൊണ്ടാണ് നബി പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് അഭയം തേടിയത്. പെട്ടെന്നുള്ള മരണം തരാതെ, അതേസമയം അവശ്യമായ പ്രായത്തിലേക്ക് നീട്ടിയിടാതെ, മരിക്കാൻ നേരത്ത് ഒരു നല്ല സമയത്ത് നല്ല സ്ഥലത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് നല്ലതുമായിട്ട് ബന്ധപ്പെടുമ്പോ മരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നഹ്നു ഖദ്ദർന ബൈനകുമുൽ മൗത വമാ നഹ്നു ബിമസ്ബൂഖീൻ. എന്നിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, അലാ അൻ നുബദ്ദില അംസാലകും വനുൻശിഅകും ഫീമാ ലാ തഅലമൂൻ. അല്ലാഹുവേ, മരിക്കുന്ന നേരത്ത് സന്തോഷത്തോടെ മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. എല്ലാവരും എണീച്ചു. സദസ്സിൽ മുത്തുനബിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ ഖുർആന്റെ ആശയങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മദീനയിലേക്ക് ഖൽബ് തിരിച്ചു പിടിച്ചുകൊണ്ട് എല്ലാവരും ഇൻഷാ അല്ലാഹ് ഇനി വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നല്ല നല്ല പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് വരാൻ പോകുന്നത്. അതും കൂടെ നമുക്ക് പറയാം. ഒന്ന്, എല്ലാവരും ആത്മാർത്ഥമായിട്ട് എല്ലാവരും ചൊല്ലണം. അന്തത്വത്തിലോ ഇതിലൊരു പേടി ആരും പേടിക്കേണ്ടത് ചൊല്ലുന്നതായിരുന്നു. ഇത് പേടി ചൊല്ലുന്നത് കൊണ്ട് ഒരു പേടി ആർക്കും വേണ്ട. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹാണ്. അള്ളാന്റെ ഹബീബിന്റെ മദ്ഹ് അള്ളാഹ് പറഞ്ഞത്ര പറയാൻ നമുക്കാർക്കും കഴിയൂല. അത്രയും അധികം ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് അള്ളാന്റെ റസൂലിന്റെ മദ്ഹ്. അല്ലാഹു തആല അത്രയും അധികം പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവയവങ്ങൾ പോലും ഖുർആനിൽ മുഴുവനും അള്ളാഹു എല്ലാ അവയവങ്ങളെ കൊണ്ടും അള്ളാഹു തആല എല്ലാ അവയവങ്ങളെയും വിശേഷിപ്പിച്ചത് വിശുദ്ധ ഖുർആനിന്റെ തഫ്സീറുകളിൽ പണ്ഡിതന്മാർ പറയുന്നത് കാണാം. അപ്പൊ അങ്ങോട്ടൊന്നും വരികയല്ല, ഞാൻ പറഞ്ഞു വന്നത് ഒന്ന് പാടുക നല്ല മട്ടത്തിൽ. ഈ സദസ്സിന് അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടണം. ആ ലക്ഷ്യത്തിലെ റഹ്മത്തായ മുത്തുനബിയുടെ പേരിൽ ചൊല്ല് എല്ലാവരും. അന്ത തതുലു ബൈനനാ ഫിൽ കബാതിബി والأشرف منه يا سيدي خير النبي يا سيدي خير النبي الصلاة نبي والسلام على الرسول الشفيع الأبتحي والحبيب العربي أنت أم أم أبوه ما رأينا فيهما مثل حسنك قط يا سيدي خير النبي يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الطهير والحبيب العربي أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الطهير والحبيب العربي ارتكبت على الخطا غير حسن وعدد لك أشكو فيه يا سيدي خير النبي يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتحي
والحبيب العربي إننا نرجو إلى كأس حولك للعطاش يوم نشر كتابيا سيدي خير النبي يا سيدي خير النبي الصلاة على النبي وعلى الرسول الشفيع الأبتغي والحبيب العربي الشفاعة هب لنا في القيامة مشفقا وهب لنا إلا يا سيدي خير النبي يا سيدي خير النبي الشفاعة هب لنا في القيامة مشفقا وهب لنا إلا يا سيدي خير النبي يا سيدي خير النبي الشفاعة هب لنا في القيامة مشفقا وهب لنا إلا يا سيدي خير النبي يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتغي والحبيب العربي الصلاة على النبي كل وقت دائما لاح نجم في السماء سيدي خير النبي يا سيدي خير النبي الصلاة. പക്ഷേ അതിന്റെ മുമ്പ് ഒരു ചെറിയ ദുആ, പിന്നെ ഇന്ന് തുടങ്ങാൻ നമ്മൾ എന്തായാലും കുറച്ച് വൈകി എന്നതുകൊണ്ട് ഒരു 10 മണി വരെ അതിന്റെ മുന്നോട്ട് കൊണ്ടുപോയി അതിന്റെയും മുമ്പോട്ട് കൊണ്ടുപോയി നിങ്ങളെ പ്രയാസപ്പെടുത്തൂല. എല്ലാവരും ഒരു 10 മണി വരെ ഇരിക്കുക, അരമണിക്കൂറും കൂടെ ഇൻഷാ അല്ലാഹ് നമുക്ക് കാര്യങ്ങൾ അതിന്റെ ഇടയിൽ ഇനി അല്ലാഹു തആല മനുഷ്യനോട് വെല്ലുവിളി സ്വരത്തിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന 1-2 വിഷയങ്ങൾ അതും കൂടെ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുക. അല്ലാഹുവേ, ഈ സദസ്സിനെ നീ കബൂലാക്കണേ അല്ലാഹ്. പടച്ചോനെ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നീ സ്വാലിഹായ അമലായി സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചോനെ, ഈ സദസ്സിലേക്ക് നൽകുന്ന മുഴുവൻ സംഭാവനകളും നീ സ്വീകരിക്കണേ അല്ലാഹ്. എല്ലാവരും ഈ സദസ്സിനെ സഹായിക്കണം. മസ്ലക്കിന്റെ പ്രവർത്തനങ്ങൾക്ക് പരമാവധി നിങ്ങൾ സംഭാവനകൾ കൊടുത്തിട്ടായിട്ടില്ല, നിർബന്ധമായിട്ടും എല്ലാവരും കൊടുക്കണം. അടുത്ത ദിവസങ്ങളിൽ എല്ലാവരും അത് നൽകണം എന്ന് പ്രത്യേകം ഉണർത്തുക. പടച്ചോനെ, റഹ്മുർ-റഹീമായ റബ്ബേ, നീ കബൂലാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളെയും കുടുംബത്തെയും നീ ഒരുമിച്ച് സ്വർഗത്തിലാക്കണേ അല്ലാഹ്. ഞങ്ങളിവിടെ പരാമർശിച്ച ആബിദ്, അതുപോലെ തന്നെ നേരത്തെ പൊന്മള ഉസ്താദ് പരാമർശിച്ച ഈ ഭാഗത്തെ ഞങ്ങളുടെ ഉമറാക്കളുടെ പെട്ട ആളായിരുന്ന ബഹുമാനപ്പെട്ട MP മുഹമ്മദ് ഹാജി, പടച്ചവനെ, അവർക്കൊക്കെ നീ അവരുടെ പരലോകം നന്നാക്കി കൊടുക്കണേ അല്ലാഹ്. പരലോകം നന്നാക്കി കൊടുക്കണേ അല്ലാഹ്. അതുപോലെ ഇടക്കാലത്ത് ഞങ്ങളോട് വിട്ടുപിരിഞ്ഞു പോയ, വർഷങ്ങളായെങ്കിലും ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ഒരുപാട് വ്യക്തികൾ, SA റഹ്മാനെ പോലെയുള്ളവർ, പടച്ചവനെ, അവരുടെ ഖബറുകളൊക്കെ നീ നന്നാക്കി കൊടുക്കണേ അല്ലാഹ്. സന്തോഷത്തിലാക്കണേ അല്ലാഹ്. പടച്ചവനെ, കുടുംബസമേതം അവരെയും ഞങ്ങളെയും ഒക്കെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാഹ്. രോഗികളുടെ രോഗം സുഖപ്പെടുത്തണേ അല്ലാഹ്. പ്രയാസക്കാരുടെ പ്രയാസങ്ങൾ അകറ്റണേ അല്ലാഹ്. ഈ മജ്ലിസിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഈ പ്രവർത്തകരിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. മജ്ലിസിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. പ്രവർത്തകരിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നീ സന്തോഷത്തിലാക്കി തരണേ അല്ലാഹ്. സകല കാര്യങ്ങളും നീ റാഹത്തിലും സന്തോഷത്തിലും ആക്കി തരണേ അല്ലാഹ്. ദുനിയാവും ആഖിറവും ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വറഹംനാ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖിഹി
سيدنا محمد وآله وصحبه أجمعين على أن نبدل أمثالكم وننشئكم فيما لا تعلمون. നിങ്ങളെ അങ്ങ് തുടച്ചു നീക്കി മറ്റൊരു വിഭാഗത്തെ ഇവിടെ പകരമാക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾ പോലും അറിയാത്ത ഒരു ലോകത്തെ നിങ്ങളെ ഉണ്ടാക്കാനും നമ്മൾ വിചാരിച്ചാൽ എനിക്ക് കഴിയാവുന്ന കാര്യമേ ഉള്ളൂ. അതാണ് ഞാൻ അടുത്ത ആയത്തിൽ പറയുന്നത്. അലാ അൻ നുബദ്ദില അംസാലക്കും വനുൻശിഅക്കും ഫീമാ ലാ തഅലമൂൻ. അലാ അൻ നുബദ്ദില അംസാലക്കും, നിങ്ങളെ പോലത്തെ ഒരു ടീമിനെ പകരമാക്കാൻ ഞാൻ വിചാരിച്ചാൽ സാധിക്കും. അതെനിക്ക് സാധിക്കാവുന്ന കേസേ ഉള്ളൂ. മരണത്തിന് എനിക്ക് കഴിയും പോലെ ഇതിനും എനിക്ക് സാധിക്കും. അലാ അൻ നുബദ്ദില അംസാലക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളെ തുടച്ചു നീക്കിയിട്ട് വേറെ ഒരു വിഭാഗത്തെ, നിങ്ങളെ ചേഞ്ച് ചെയ്തിട്ട് വേറൊരു വിഭാഗത്തെ ഇവിടെ കൊണ്ടുവരിക, പകരം വേറൊരു ടീമിനെ കൊണ്ടുവരിക. അലാ അൻ നുബദ്ദിൽ, ബദൽ സംവിധാനം കൊണ്ടുവരിക. നിങ്ങൾക്ക് പകരം നിങ്ങളെ മരിപ്പിച്ചിട്ട് വേറൊരു കൂട്ടരെ ഇവിടെ ജീവിപ്പിക്കാൻ കഴിയും. അല്ലെങ്കിൽ വനുൻശിഅക്കും ഫീമാ ലാ തഅലമൂൻ, നിങ്ങൾ പോലും അറിയാത്ത രൂപത്തിൽ നിങ്ങളെ ജീവിപ്പിക്കാനും ഉണ്ടാക്കാനും എനിക്ക് കഴിയും എന്ന് പറഞ്ഞാൽ കല്ലുകൾ മരങ്ങളൊക്കെ ആക്കിയിട്ട് അങ്ങനെയും പടക്കാൻ കഴിയും. ഒരു ബോധവും ഇല്ലാതെ, ഒരു ഇൽമും ഇല്ലാത്ത രൂപത്തിൽ കല്ലും മരവും ഒക്കെ ആയിട്ട് സൃഷ്ടിക്കാനും എനിക്ക് കഴിയുമായിരുന്നു. ഇതിനൊക്കെ എനിക്ക് കഴിയും. അക്കൂട്ടത്തിൽ നിങ്ങളെ മനുഷ്യരായി പടച്ചു. നിങ്ങളെപ്പോഴും ഇവിടെ വെച്ച് പൊറുപ്പിക്കുന്ന, ഞാൻ പറഞ്ഞത് കേൾക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ കേട്ടോളി. ഇതാണ് പടച്ചോൻ പറയുന്നത്. അലാ അൻ നുബദ്ദില അംസാലക്കും വനുൻശിഅക്കും ഫീമാ ലാ തഅലമൂൻ. വലഖദ് അലിംതുമുൻ നശ്അതൽ ഊലാ, നിങ്ങളുടെ ഒന്നാമത്തെ എഴുന്നേൽപ്പിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. ഒന്നാം എഴുന്നേൽപ്പ്, നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ ഭൂമിയിലേക്ക് വന്നത് എന്ന് നിങ്ങൾക്ക് ബോധമുണ്ടെങ്കിൽ ഒന്നുമല്ലാത്ത ഒരു ബീജഗണമാണ് ഇന്ന് ദൈവം എവിടെ, അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ കാണട്ടെ എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കാൻ പറ്റുന്ന മട്ടത്തിലേക്ക് നിന്നെ എത്തിച്ചു തന്നതെങ്കിൽ ഫലൗലാ തദക്കറൂൻ, ഓ മനുഷ്യരെ, നിങ്ങൾ പാഠം ഉൾക്കൊള്ളുന്നില്ലയോ? നിങ്ങൾ പാഠം ഉൾക്കൊള്ളുന്നില്ലയോ? ഈ ഒന്നുമല്ലാത്ത അവസ്ഥയെന്ന് പിച്ച വെച്ച് എഴുന്നേറ്റ് വന്ന് റബ്ബ് നിങ്ങളെ എല്ലാറ്റിനും പറ്റിയ രൂപത്തിലാക്കി തന്നിട്ട് പിന്നെ നിങ്ങൾ റബ്ബിനെ കൊഞ്ഞനം കുത്തേ? അരുത്. ഇതധികപ്പറ്റാണ്. കുറേയേറെ വിശദീകരിക്കാനുള്ള ആയത്തുകളാണ്. നമുക്ക് അടുത്ത ആയത്തിലേക്ക് നീങ്ങാം. അഫറഅയ്തും മാ തഹ്റുസൂൻ, ഇനി അടുത്ത വെല്ലുവിളി. നിങ്ങൾ സ്കലിപ്പിക്കുന്ന ബീജങ്ങളെ മനുഷ്യനായി സൃഷ്ടിക്കുന്നത് നിങ്ങളോ നമ്മളോ എന്ന് ചോദിച്ചതുപോലെ അള്ളാഹു അടുത്തത് ചോദിക്കുന്നത് എന്താണെന്നറിയോ? അഫറഅയ്തും മാ തഹ്റുസൂൻ, നിങ്ങൾ ഇറക്കിയ കൃഷിയില്ലേ, ആ കൃഷിയുടെ ഹാലിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ? നിങ്ങൾ ഇറക്കിയ കൃഷി, നിങ്ങൾ ഉണ്ടാക്കുന്ന കൃഷി, അഫറഅയ്തും മാ തഹ്റുസൂൻ, അതിനെക്കുറിച്ച് പറ്റി അതിനെ സംബന്ധിച്ച് നിങ്ങൾക്കറിയോ? അൻതും തസ്റഊനഹു അം നഹ്നു സാരിഊൻ, അത് മുളപ്പിച്ചത്, അതിനെ വലുതാക്കിയത്, അതില് വിത്ത് മുളപ്പിച്ചത്, ഉണ്ടാക്കിയത്, അത് കതിരിടിച്ചത്, അതേ വിത്തിൽ പാലുറപ്പിച്ചത്, ഇതൊക്കെ നിങ്ങളാണോ നമ്മളാണോ? നമ്മൾ ചെയ്യുന്ന പണി നമ്മുടേതായിട്ട് പടച്ചോൻ അംഗീകരിച്ചു തരികയാണ്. അഫറഅയ്തും മാ തഹ്റുസൂൻ, നിലം ഉഴുതുമറിച്ചത് നിങ്ങളാ, വിത്തെറിഞ്ഞത് നിങ്ങളാ, വളം ചേർത്തത് നിങ്ങളാ, വെള്ളം ചേർത്തത് നിങ്ങളാണ്, കള പറിച്ചത് നിങ്ങളാണ്, ഞാറ് പറിച്ച് നട്ടത് നിങ്ങളാ. സമ്മതിച്ചിരുന്നു. ചോദ്യം, നിങ്ങളെറിഞ്ഞ വിത്ത് മുളപ്പിച്ചത് നിങ്ങളോ നമ്മളോ? അല്ലാഹു. നിങ്ങൾ കുടുങ്ങിപ്പോകുന്ന ചോദ്യം പടച്ചോൻ ചോദിച്ചിട്ടുള്ളൂ. ഞാനാണെന്ന് പറയാൻ ധൈര്യമുള്ള ഏതെങ്കിലും കർഷകനുണ്ടോ? ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു കർഷകനും സങ്കടം പറയില്ല, അല്ലെ? ഇന്ന് വിത്ത് പാകി 2 ദിവസം കഴിഞ്ഞ് പാടത്തൊന്ന് പോയി നോക്കി, 3 ദിവസം കഴിഞ്ഞിട്ട് പാടത്തൊക്കെ പോയി സന്ദർശിച്ച് വന്നിട്ട് പീഡികക്കൊലായിൽ വന്നിട്ട് പൂമുഖത്ത് വന്നിരുന്നിട്ട് മൂപ്പരിങ്ങനെ പറയാ, എന്ത് പറയാനായ മുട്ടിയെ, കഴിഞ്ഞ കൊല്ലം വിത്തിറക്കിയിട്ട് എല്ലാം മുളച്ചിരുന്നു, ഇന്ന് 4 മൂലയിലും കുറച്ച് മുളച്ചിട്ടുണ്ട്, ബാക്കിയുള്ളൊന്നും മുളച്ചിട്ടില്ല. എന്താ കാരണം? നമ്മക്ക് മുളപ്പിക്കാൻ കഴിയൂല. മുളപ്പിക്കുന്നത് അല്ലാഹുവാണ്. നാം കുഴിച്ചിട്ട വിത്തൊക്കെ മുളക്കൂല, നാം പാകിയ വിത്ത് മുഴുവൻ മുളക്കൂല, മുളച്ചത് മുഴുവൻ വലുതാകൂല.
വലുതായത് മുഴുവൻ കുലക്കൂല, കുലച്ചത് മുഴുവൻ മൂപ്പത്തൂല. അല്ലേ? അങ്ങനെയല്ലേ ഇതിന്റെ ഹാല്? അല്ലാഹ് പറയാണ്, ഇതൊക്കെ നടത്തുന്നത് നിങ്ങളാണോ നമ്മളാണോ? സയ്യിദുനാ റസൂലുള്ളാഹി പറഞ്ഞു, ലാ യഖുൽ അഹദുക്കും, ലാ യഖൂലന്ന അഹദുക്കും, നിങ്ങളിൽ ഒരാളും പറയരുത് സറഅതു എന്ന് പറയരുത്, വൽയഖുൽ ഹറസ്തു, ഹറസ്തു എന്നേ പറയാവൂ. ഞാൻ കൃഷി ചെയ്തു എന്നുള്ളതിന് 2 വാക്കുകൾ ഉപയോഗിക്കാം അറബിയിൽ. ഹറസ്തു എന്ന് പറഞ്ഞാൽ ഞാൻ കൃഷി ചെയ്തു എന്നർത്ഥം. സറഅതു എന്ന് പറഞ്ഞാലും ഒരു ഭാഷയിൽ അത് തന്നെയാണ്. സാരിഉ കർഷകനാണ്, സുറാഉ കർഷകരാണ്. പക്ഷേ സറഅ എന്നുള്ള പദത്തിന്റെ അർത്ഥം കേവലം ഭൂമി കളക്കലല്ല, ഉഴുതുമറിക്കലല്ല, വിത്ത് ഉദ്യോഗസ്ഥരുണ്ട്, കണ്ട് എല്ലാവരുടെയും ലക്ഷ്യം എന്താ? നമ്മെ പടച്ച റബ്ബിനോടുള്ള സ്നേഹത്തിലാണ് ഈ ഒത്തുകൂടിയത്. ഞാൻ ആരുമായിട്ടല്ല. പക്ഷെ ഇവിടെ ചർച്ച ചെയ്യുന്ന ഖുർആനിന്റെ വലുപ്പം മാത്രമാണ് നിങ്ങളെ ഈ ഒരുമിച്ച് കൂട്ടിയത്. ഈ മഹബത്താണ്, അല്ലേ? ഞാൻ ഇതിനെതിരെ പറയാൻ തുടങ്ങിയാൽ എന്നെ നിങ്ങൾ വലിച്ചെറിയും. പക്ഷേ ഈ കിതാബിനോടുള്ള സ്നേഹമാണ്, അല്ലേ? ഇത് നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഈ ഗ്രന്ഥം കൊണ്ട് നമ്മൾ രക്ഷപ്പെടണം. പടച്ചോനെ, ജീവിതത്തിലും നേരത്തെ പറഞ്ഞതുപോലെ യൗമ വുലിത്തു വയൗമ അമൂത്തു വയൗമ ഉബഅതു ഹയ്യ, പടച്ചോനെ 3 ഘട്ടങ്ങളിലും ഖുർആൻ തുണയാകുന്നവരിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്, ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. വറഹംനാ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പൂവത്തിക്കലെ SYS പ്രവർത്തകൻ നൗഷാദ് മുസ്ലിയാർ ഹാർട്ടിന് സുഖമില്ലാതെ മെഡിക്കൽ കോളേജ് ICUവിലാണ്. ദുആ ചെയ്യണം. അല്ലാഹുവേ, നീ പൂർണ്ണ ശിഫ നൽകണേ അല്ലാഹ്. എന്നെ പഠിപ്പിച്ച ഉസ്താദ് ഹാർട്ടിന് അസുഖമായിട്ട് ചെറിയൊരു അസുഖത്തിലാവുള്ളത്. അല്ലാഹുവേ, നീ പൂർണ്ണ ശിഫ നൽകണേ അല്ലാഹ്. എനിക്ക് കിതാബുകൾ മുഴുവൻ ഓതി തന്നത് ഉസ്താദാണ്. അല്ലാഹുവേ, നീ പൂർണ്ണ ശിഫ നൽകണേ അല്ലാഹ്, നീ പൂർണ്ണ ശിഫ നൽകണേ അല്ലാഹ്. ഈ പ്രവർത്തകനും നീ സുഖം നൽകണേ അല്ലാഹ്, സന്തോഷം നൽകണേ അല്ലാഹ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി